Hi students, hello, welcome to the key discussion of GIB 10 zoology. മക്കളെ നിങ്ങളെല്ലാവരും GIB 10ന്റെ പരീക്ഷ എല്ലാം എഴുതി സന്തോഷത്തോടെ സുവോളജിയുടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ കേട്ട് ഇരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. പാർട്ട് 1 ക്വസ്റ്റ്യൻ. ഇത് വളരെ എളുപ്പമായിരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു എന്നും നിങ്ങൾക്കറിയാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 151 നോക്കാം. 151. Thomas and Morgan's choice of Drosophila melanogaster has been providing to be useful even today. അല്ലേ, ഈ തോമസ് ആൻഡ് മോർഗാൻ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെയാണ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് സെലക്ട് ചെയ്തത്. നമുക്കറിയാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബീൻ കണ്ടിന്യൂ ടു മേക്ക് ഇറ്റ് മോസ്റ്റ് യൂസ്ഫുൾ സ്പീഷീസ്. എന്തുകൊണ്ടാണ് ഇത് ഒരു വളരെ യൂസ്ഫുൾ ആയി മാറാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? എ ക്ലിയർ കട്ട് ഡിഫറൻസിയേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ്. ശരിയല്ലേ? സെക്ഷൽ ഡൈമോർഫിസം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. മെയില് ഫീമെയിലിനേക്കാൾ ചെറുതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, സെക്ഷൽ ഡൈമോർഫിസം ഉണ്ടെന്നുള്ള കാര്യം അറിയാം. മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻ ഉണ്ട്. മാത്രമല്ല അത് ലോ പവർ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാനും പറ്റും. അതും കാര്യമാണ്. ഈസി ആൻഡ് ഇൻഎക്സ്പെൻസീവ് മെയിൻ്റനൻസ്, എളുപ്പത്തിൽ അതിനെ കൾച്ചർ ചെയ്യാൻ പറ്റും. ഷോർട്ട് ജനറേഷൻ ടൈം ആൻഡ് ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്. അല്ലേ, അതിൻ്റെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്, അറൗണ്ട് 2 വീക്സ് ആണ്. അതേപോലെ തന്നെ ഒരു മെയ്റ്റിങ്ങിൽ ഒരുപാട് പ്രൊജനീസ് ഉണ്ടാവും, അതും ശരിയാണ്. അപ്പോൾ 1, 2, 3, 4 ശരിയായതുകൊണ്ട് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 151 4 is the right answer. ഓക്കെ, 4 is the right answer. നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ പേജ് നമ്പർ 83 കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം. അതാണ് ഞാൻ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. പേജ് നമ്പർ 83 ഓഫ് ഓൾഡ് ബുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 151 4 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 152 എടുക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് A to D and choose the option which only correct statement. Only correct ആണ് ചോദിച്ചത്. നോക്കാം. Interstitial spaces of the testis, interstitial space in between the seminiferous tubule contain Leydig cell. ശരിയാണ്. interstitial cellന്റെ മറ്റൊരു പേരാണ് Leydig cell. അത് ശരിയാണ്. and other immunologically competent cells. ശരിയാണല്ലോ അല്ലേ? ഓക്കെ. testis are situated inside the abdominal cavity ആണോ? ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ കാവിറ്റി. എക്സ്ട്രാ അബ്ഡോമിനൽ പൗച്ച് ആണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്, ഇൻസൈഡ് ദ അബ്ഡോമിനൽ കാവിറ്റി അല്ല. അപ്പം അത് തെറ്റാണ്. ദ സ്ക്രോട്ടം ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ലോ ടെമ്പറേച്ചർ നെസസറി ഫോർ സ്പെർമെറ്റോജനസിസ്. നമുക്കറിയാം ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്പെർമെറ്റോജനസിസ് നടക്കുന്നത് അറൗണ്ട് 35 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ ദ ബോഡി ടെമ്പറേച്ചർ ആണ്, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ സ്പെർമെറ്റോജനസിസ്. ശരിയാണ്. ഈച്ച് ലൊബ്യൂൾ ഓഫ് ടെസ്റ്റിസ് കണ്ടെയ്ൻ 250 സെമിനിഫറസ് ട്യൂബ്യൂൾ ആണോ? ടെസ്റ്റിസ്, ഓരോ ടെസ്റ്റിസിനകത്തും 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്നുള്ള ലോബ്യൂൾ ഉണ്ടെന്ന് ശരിയാണ്. പക്ഷെ ഒരു ലോബിൻ്റെ ഉള്ളിൽ 1 to 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ്, അല്ലാതെ 250 സെമിനിഫറസ് ട്യൂബ്യൂൾ അല്ല. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. നമ്മളോട് ചോദിച്ച് ഓൺലി കറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വരും? എയും സിയും വരും. എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ 3 is the right answer. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 152 3 is the right answer. Okay. Question number 153 നോക്കാം. Read the following statement carefully and choose the option which only correct. Again, only correct statement ആണ്. സ്പെർമെറ്റോഗോണിയ, ഇത് സ്പെർമെറ്റോജനസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റൻ അല്ലേ? സ്പെർമെറ്റോഗോണിയ പ്രൊഡ്യൂസ് സ്പെർം സെൽ ബൈ സ്പെർമെറ്റോജനസിസ് ദാറ്റ് ബിഗിൻ അറ്റ് പ്യൂബർട്ടി. ശരിയാണ്. സ്പെർമെറ്റോഗോണിയയിൽ നിന്നാണ് അതായത് സ്പേം ഉണ്ടാവുന്നത്. ആ പ്രോസസ്സിനെ സ്പെർമെറ്റോജനസിസ് എന്നാണ് പറയുന്നത്. അത് പ്യൂബർട്ടിയിലാണ് മെയില് ഈ സ്പെർമെറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റാണ്. ഓൾ സ്പെർമെറ്റോഗോണിയ പീരിയോഡിക്കലി അണ്ടർഗോ മിയോസിസ് ഫോളോഡ് ബൈ മൈറ്റോസിസ്. അത് തെറ്റല്ലേ? മിയോസിസും മൈറ്റോസിസും ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഓൾ സ്പെർമെറ്റോഗോണിയ ആ സ്പെർമെറ്റോഗോണിക്ക് ആദ്യം സംഭവിക്കുന്നത് മൈറ്റോസിസ് ആണ്. എന്നിട്ട് നമ്പർ കൂട്ടിയിട്ട് അതിൽ ചിലതാണ് പ്രൈമറി സ്പെർമേറ്റോസൈറ്റ് ആവുന്നത്. ആ പ്രൈമറി സ്പെർമേറ്റോസൈറ്റിനാണ് മിയോസിസ് സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം മൈറ്റോസിസ് സംഭവിച്ചിട്ടാണ്
മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. പ്രൈമറി അതായത് സ്പെർമേറ്റോഗോണിയയ്ക്ക് മൈറ്റോസിസ് വഴി എണ്ണം കൂടി അതിൽ ചില ടൈപ്പിനെയാണ് പ്രൈമറി എന്ന് പറയുക. അപ്പോൾ അത് മൈറ്റോസിസ് ആണ്. അതിനുശേഷമാണ് പ്രൈമറിക്ക് എന്ത് സംഭവിക്കുന്നത്? മിയോസിസ് 1. അങ്ങനെ സെക്കൻഡറി ആവും. സെക്കൻഡറിക്ക് മിയോസിസ് 2 സംഭവിച്ച് സ്പെർമാറ്റിഡ് ആവും. ആ സ്പെർമാറ്റിഡ് സ്പേമായി മാറും. അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് മൈറ്റോസിസും പിന്നീട് മിയോസിസും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അണ്ടർഗോ മിയോസിസ് ഫോളോഡ് ബൈ മൈറ്റോസിസ് എന്നാണ്. അത് തെറ്റാണ് ആ പോയിന്റ്. എ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് കംപ്ലീറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ തന്നെയാണ്. അതായത് അത് റിഡക്ഷൻ ഡിവിഷനാണ്. ആദ്യത്തെ ഡിവിഷൻ റിഡക്ഷൻ ഡിവിഷനാണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് വിത്ത് 46 ക്രോമസോമാണ്. അതിന് മിയോസിസ് സംഭവിച്ച് സെക്കൻഡറി ആയി 23 ക്രോമസോമായി മാറുന്നു. മിയോസിസ് ആണ്. ബട്ട് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്നുള്ളത് തെറ്റാണ്. പ്യൂബർട്ടിയിലാണ് ഇത് സംഭവിക്കുന്നത്. എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് ആരിലാണ്? ഊജനസിസിലാണ്. പിന്നെ ദ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഓൺലി 23 ക്രോമസോം. ശരിയാണ്. ഫസ്റ്റ് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്ന എവിടെയാണ്? റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്ന മിയോസിസ് എന്ന് പറയുന്നത് പ്രൈമറി ടു സെക്കൻഡറിയിലാണ്. രണ്ടാമതുള്ളത് ഒരിക്കലും റിഡക്ഷൻ ഡിവിഷൻ അല്ല. മിയോസിസ് 2 ഒരു റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്പർ കുറയുന്നില്ല. അപ്പോൾ 46 ഉള്ള 23 ആവുന്നു. അത് ശരിയാണ്. അപ്പോൾ എയും ഇതിൽ നമ്മൾ ഓൺലി കറക്റ്റ് അല്ലേ? എ ഡി എന്ന ഓപ്ഷൻ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 153 4 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 154 നോക്കാം. ഇൻ ടേംസ് ഓഫ് ഡിറ്റർമിനേഷൻ ദ എവല്യൂഷൻ ഈസ് എ ഡയറക്റ്റഡ് പ്രോസസ് അല്ലേ? അതായത് ഇൻ ടേംസ് ഓഫ് ഡിറ്റർമിനേഷൻ എവല്യൂഷൻ ഈസ് എ ഡയറക്റ്റഡ് പ്രോസസ് എന്നുള്ളത് തെറ്റാണ്. അതൊരു ബൈ ചാൻസിൽ സംഭവിക്കുന്ന പ്രോസസ്സാണ്. പിന്നെ നാച്ചർ സെലക്ട് ദോസ് വേരിയന്റ് വിച്ച് ആർ ഏബിൾ ടു റീപ്രൊഡ്യൂസ് ബെറ്റർ ആൻഡ് ലീവ് മോർ പ്രോജനി ഇൻ ദ ചേഞ്ച്ഡ് എൻവിയോൺമെന്റൽ കണ്ടീഷൻ. എന്താ? നാച്ചർ സെലക്ട് ദോസ് വേരിയന്റ് വിച്ച് ആർ ഏബിൾ ടു റീപ്രൊഡ്യൂസ് ബെറ്റർ ആൻഡ് ലീവ് മോർ പ്രോജനി ഇൻ ദ ചേഞ്ച്ഡ് എൻവിയോൺമെന്റൽ കണ്ടീഷൻ. അതല്ലേ ഡാർവിൻ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ സെലക്ഷനിലെ ഫിറ്റസ്റ്റ് എന്ന് പറയും. നമ്മൾ പറയുന്ന ഫിറ്റ്നസ്. ഡാർവിൻ്റെ അഭിപ്രായത്തിൽ ഫിറ്റ്നസ് ഈസ് എ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് അല്ലേ? അപ്പോൾ അത് ശരിയാണ് ആ പ്രോസസ്. അപ്പോൾ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 154 എ assertion is false and the reason is true. 2 is the right answer. ഓക്കെ, ബൈ ചാൻസിൽ സംഭവിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ അതിൽ ഈ ഒരു ഡയറക്റ്റഡ് പ്രോസസ് എന്നുള്ള വാക്ക് അവിടെ തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ അസർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 154 2 is the right answer. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 155 എടുക്കാം. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. എ സ്റ്റേറ്റ്മെന്റ് എ നോക്കാം. mRNA carries genetic information provided by DNA. നമ്മൾ സെൻട്രൽ ഡോഗ്മയിൽ പഠിച്ചിട്ടുണ്ട്. DNA-യിൽ നിന്ന് ഇൻഫർമേഷൻ mRNA-ക്ക് കിട്ടുന്നു. mRNA അതുപയോഗിച്ച് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. DNA ഇൻഫർമേഷൻ mRNA-ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. mRNA അതുപയോഗിച്ച് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതിനെ ട്രാൻസ്ലേഷൻ. അപ്പോൾ mRNA-ക്ക് ജനറ്റിക് ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടുന്നാണ്? DNA-യിൽ നിന്നാണ്. സോ mRNA ക്യാരീസ് ജനറ്റിക് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ DNA. ശരിയാണ്. ഇൻ റൈബോസോം rRNA ഹാസ് എ സ്ട്രക്ചറൽ ആൻഡ് കാറ്റലിറ്റിക്കൽ റോൾ. ശരിയാണ് അല്ലേ? റൈബോസോമൽ RNA rRNA എന്ത് റോളാണ്? കാറ്റലിറ്റിക്കൽ റോളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തോ വരും നമുക്ക്? രണ്ട് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ 155 ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 3 is the right answer. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 156 നോക്കാം. ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ എ DNA സീക്വൻസ് ഈസ് റീഡ് ബൈ RNA പോളിമറേസ് വിച്ച് പ്രൊഡ്യൂസ്. അതായത് ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് DNA സീക്വൻസിനെ ആരാണ് എന്ത് ചെയ്യുന്നത്? mRNA ഏത് DNA സീക്വൻസിനെയാണ് റീഡ് ചെയ്തിട്ട് എന്നിട്ട് എന്താണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അവിടെ RNA പോളിമറൈസ് ആണ് വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് വർക്ക് ചെയ്യുന്നത്. DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്നു. DNA-യിൽ നിന്ന് RNA ഉണ്ടാവുമ്പോൾ DNA ഡിപ്പെൻഡൻറ്റ് DNA-യിലാണല്ലോ ഉണ്ടാവുന്നത് RNA പോളിമറൈസ് എന്ന എൻസൈമാണ്. അത് എവിടെയാണ് റീഡ് ചെയ്യുന്നത്
എന്നിട്ട് എന്താണ് ഉണ്ടാവുന്നതാണ് ചോദ്യം. ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ആൻറ്റി പാരലൽ ഉണ്ട്, അത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്, അത് നോക്കാം. നമുക്ക് ഇവിടെ നോക്കണം. ഐഡൻറ്റിക്കൽ ആൻറ്റി പാരലൽ ആൻഡ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്, അതും നോക്കണം. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റേ ഉണ്ടാവുള്ളൂ. എ കോംപ്ലിമെൻ്ററി പാരലൽ വിത്ത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്, അതും ചെക്ക് ചെയ്യണം. ശരിയാന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റുകൾ ചെക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഭാഗം അത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണ്. അത് ഞാനിത് ഫുൾ ശരിയാക്കിയിട്ടതല്ല, തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞ മൂന്നും ശരിയാന്നല്ല പറഞ്ഞത്. ആ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണോ ഫൈനലാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ 1, 2, 3 ശരിയാണെന്നല്ല, അതിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റേ ഉണ്ടാവുള്ളൂ. കാരണം ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ട് mRNA ഉണ്ടാവുന്നത് ഫൈനൽ അല്ല, അതിലുണ്ടാവുന്നത് hnRNA എന്ന പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, യുക്കാരിയോട്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ, അവിടെ സ്പ്ലിറ്റ് ജീൻസിൽ, അതായത് എക്സോണും ഉണ്ട് ഇൻട്രോണും ഉണ്ട്. അപ്പോൾ ആ ഇൻട്രോൺ ഉള്ളിടത്തോളം കാലം അത് നോൺ ഫങ്ഷണൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ഇൻട്രോണിനെ റിമൂവ് ചെയ്യണം. ആ പ്രോസസ്സാണ് നിങ്ങൾ പഠിച്ച സ്പ്ലൈസിങ്. അതിനുശേഷമുള്ള RNA ആണ് നമ്മൾ mRNA, മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. അത് മെച്ചോർഡ് RNA ആണ്. അപ്പോൾ അത് ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റ് അല്ല. ദ ഫസ്റ്റ് ഫോംഡ് RNA എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇനി നമ്മളെ ചോദ്യം അടുത്തേക്ക് പോവാം. ആ ഒരു ഭാഗം അത് ശരിയായി. ഇനി കോംപ്ലിമെൻ്ററി ആണോ ഐഡൻറ്റിക്കൽ ആണോ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് ടെംപ്ലേറ്റ്, കോഡിങ്, RNA. ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, കോഡിംഗ് സ്ട്രാൻഡ്, RNA. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 3' to 5' ആണ്. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 5' to 3' ആണ്. RNA പോളിമറൈസ് വർക്ക് ചെയ്യുന്നത് എന്ത് സ്റ്റൈലിലാണ്, 5' to 3' ഡയറക്ഷനിലേ പോകൂ എന്നും നിങ്ങൾക്കറിയാം. അങ്ങനെ വരുന്ന സമയത്ത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ടെംപ്ലേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പം റീഡ് ചെയ്യുന്നത് എവിടെയാണ്, ടെംപ്ലേറ്റിലാണ്. അപ്പോൾ ടെംപ്ലേറ്റിൻ്റെ എന്തായിരിക്കും RNA, നമുക്ക് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് എടുക്കാം, ഇത് നമുക്ക് ഇങ്ങോട്ടാക്കണം. അപ്പോൾ എന്താ വരിക, ഈ ടെംപ്ലേറ്റും RNAയും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് നോക്കൂ. ഞാനൊരു ഉദാഹരണം ATGC ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ അഡനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ വെറുതെ മനസ്സിലാവാൻ ഇട്ടതാണ്. അപ്പോൾ ATGC ആണ് ടെംപ്ലേറ്റ് എന്ന് വിചാരിക്കുക. അതും 3' to 5' ഡയറക്ഷനാണ്. അതിൻ്റെ കോംപ്ലിമെൻ്ററി അല്ലേ കോഡിങ്. ഇതിനകത്ത് നിന്ന് എടുത്തു നോക്കൂ, ഇതിനകത്ത് നിന്ന് എടുക്കുമ്പം കോംപ്ലിമെൻ്ററി ആണ്. എയുടെ സ്ഥാനത്ത് T, ടിയുടെ സ്ഥാനത്ത് A, ജിയുടെ സ്ഥാനത്ത് C, സിയുടെ സ്ഥാനത്ത് G. അപ്പം എല്ലാം അങ്ങനെയാണ് വരിക, കോംപ്ലിമെൻ്ററി ആണ്. ആ ടെംപ്ലേറ്റും കോഡിങ്ങും കോംപ്ലിമെൻ്ററി ആണ്. ഇനി കോഡിങ്ങും RNA എടുത്തു നോക്കൂ. കോഡിങ്ങും RNA എടുത്താൽ കോംപ്ലിമെൻ്ററി അല്ല, ഐഡൻറ്റിക്കൽ ആണ്. പക്ഷേ എന്ത് വ്യത്യാസമുണ്ട്, T is replaced by U. കാരണം DNA-ക്കകത്ത് എന്താ ഉള്ളത്, തൈമിനാണ്. RNA-ക്കകത്ത് യുറാസിലാണ്. ആ TACG എന്താ വരിക, അതേപോലെ തന്നെ UACG ആണ്. A മാറിയിട്ടില്ല, C മാറിയിട്ടില്ല, G മാറിയിട്ടില്ല. വെറുതെ T മാത്രം U ആയി. എവിടെയൊക്കെ T ഉണ്ടോ ആ T ഒക്കെ U ആയി മാറി, ബാക്കി സെയിം ആണ്. ഇപ്പം കോഡിംഗ് സ്ട്രാൻഡും RNAയും സെയിം ആയിട്ടായിരിക്കുന്നത്, അത് കോംപ്ലിമെൻ്ററി അല്ല. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റീഡ് ചെയ്യുന്നതാണ്. റീഡ് ചെയ്യുന്നത് ടെംപ്ലേറ്റിലാണ്. അപ്പോൾ ടെംപ്ലേറ്റും RNA തമ്മിൽ എന്താ വരിക, രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ടെംപ്ലേറ്റും RNAയും തമ്മിലുള്ള റിലേഷൻ ഇപ്പുറ സൈഡിൽ ഞാൻ വരച്ച ആ ഏരോ മാർക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം കോംപ്ലിമെൻ്ററി ആണ്. എന്റെ സ്ഥാനത്ത് U വന്നു, ടിയുടെ സ്ഥാനത്ത് A വന്നു, ജിയുടെ സ്ഥാനത്ത് C വന്നു, അല്ലെങ്കിൽ സിയുടെ സ്ഥാനത്ത് G വന്നു. കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം, അത് ഐഡൻറ്റിക്കൽ അല്ല. ടെംപ്ലേറ്റും റീഡ് ചെയ്യുന്നത് ടെംപ്ലേറ്റിലാണ്. അപ്പോൾ ടെംപ്ലേറ്റും RNAയും തമ്മിൽ കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് എടുക്കാം, കോംപ്ലിമെൻ്ററി, ഐഡൻറ്റിക്കൽ അല്ല. അപ്പോൾ കോംപ്ലിമെൻ്ററി. ഇനി അടുത്തത് എന്താണ്, നിങ്ങൾ അതിൻ്റെ പൊളാരിറ്റി നോക്കൂ. ടെംപ്ലേറ്റിൻ്റെ പൊളാരിറ്റി 3' to 5' അല്ലേ. പിന്നെയോ അതേപോലെ തന്നെ അടുത്തതോ RNAയുടേത് 5' to. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും, അത് ആൻറ്റി പാരലൽ അല്ലേ. അപ്പോൾ കോംപ്ലിമെൻ്ററി ആണ്. നമ്മളിവിടെ എഴുതിക്കുന്ന ഇത് പാരലൽ എന്നാണ്, അപ്പോൾ തെറ്റാണ്. അപ്പോൾ എന്തായി, എല്ലാം ശരിയായത് കോംപ്ലിമെൻ്ററി ആണ്, ആൻറ്റി പാരലൽ ആണ്, പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണ് എന്ന അർത്ഥത്തിൽ ഓപ്ഷൻ A വരും. ഇത് കുറച്ച് മനസ്സിലാവാത്തതുകൊണ്ട് ഇത്രയും സമയം എടുത്തുകൊണ്ട് ഞാനിത് പറഞ്ഞു തന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 156, 1 is the right answer.
കാരണം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെംപ്ലേറ്റിലാണ് റീഡ് ചെയ്യുന്നത്, അതും RNA നമ്മളെ വ്യത്യാസമാണ് നോക്കേണ്ടത്. ടെംപ്ലേറ്റ് തന്നിട്ട് RNAയുടെ സീക്വൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കോംപ്ലിമെന്ററി എടുത്തിട്ട് അതിൽ T ഒഴിവാക്കണം. കോഡിംഗ് തന്നിട്ട് RNA ചോദിച്ചാൽ വെറും T ഒഴിവാക്കിയാൽ മതി, കോംപ്ലിമെന്ററി എടുക്കരുത്. ഓക്കെ, സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 156 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 157 നോക്കൂ. സെലക്ട് ദ കറക്റ്റ് മാച്ച് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. നമ്മളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് 157. നോക്കാം. ആസ്ട്രലോ സിമ്പിളാണ്, പക്ഷേ തെറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. അത്രയും സിമ്പിൾ ആകുമ്പോൾ നമ്മൾ മെന്റലി സിമ്പിൾ ആയി പോകും. ആസ്ട്രലോപിത്തിസൈൻസ് അല്ലേ, പ്രോബബ്ലി ലിവ് ഇൻ ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്, ശരിയാണ്. പ്രോബബ്ലി ലിവ്ഡ് ഇൻ ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്, ആസ്ട്രലോപിത്തിസൈൻസ് ശരിയാണ്. 2 എന്നുള്ളതും ശരിയാണ്. പക്ഷേ എന്തല്ല, ബില്യൺ ഇയേഴ്സ് 2 ബില്യൺ അല്ലേ, അത് തെറ്റാണ്. എന്താ വരുന്നത്? മില്യൺ ഇയേഴ്സ് ആണ് വരേണ്ടത്. മനസ്സിലായി? 2 ബില്യൺ ഇയേഴ്സ് അല്ല, 2 മില്യൺ ഒക്കെ മില്യൺ ഇയേഴ്സ് ആണ് എന്ത് വരുന്നത്, ഹ്യൂമൻ എവല്യൂഷനിൽ വരുന്നത്. മനസ്സിലായി? അപ്പോൾ 2 ബില്യൺ എന്നുള്ളത് 2 മില്യൺ ഇയേഴ്സ് എഗോ എന്ന് അവിടെ വേണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. മാൻ ലൈക്ക് പ്രൈമേറ്റ്സ് അല്ലേ, മാൻ ലൈക്ക് പ്രൈമേറ്റ്സ് walked in eastern Africa about 3 to 4 million years ago. അത് ശരിയല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 157 2 ശരിയാണ് കേട്ടോ, 2 ശരിയാണ്. ഇനി നോക്കാം. ഹോമോ ഇറക്റ്റസോ, ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. മാൻ ലൈക്ക് പ്രൈമേറ്റ് വോക്ക് ഇൻ ഈസ്റ്റേൺ ആഫ്രിക്ക അബൌട്ട് 3 to 4 million years ago. നമ്മുടെ NCERT കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഹോമോ ഇറക്റ്റസ്. ഹോമോ ഇറക്റ്റസ് ഫോസിൽസ് ഡിസ്കവേർഡ് ഇൻ ജാവ, ശരിയാണ്. ഈ വാല്യൂം ഏറെക്കുറെ നിങ്ങൾക്ക് നോക്കുവാൻ കൺഫ്യൂഷൻ വരും. പക്ഷേ ഇത് 1891 1981 അല്ല, 1890 തിരിച്ചിട്ടാണ് ഇട്ടത്. അപ്പം അത് തെറ്റാണ്. 1891 ആണ്, ഇത് 1981 ആണ് ഉള്ളത്, അത് തെറ്റാണ്. പിന്നെ ഡ്രയോപിത്തിക്കസ് വാസ് മോർ മാൻ ലൈക്ക് അല്ല, മോർ ഏപ്പ് ലൈക്ക് ആണ്. രാമാപിത്തിക്കസ് ആണ് മോർ മാൻ ലൈക്ക്. അപ്പോൾ ഇതിൽ ശരിയുള്ളത് ഒക്കെ ഏകദേശം കണ്ടാൽ ഒരുപോലെ തോന്നും, സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താ വരിക? ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 157 2 is the right answer. എന്തുകൊണ്ട് 1 വന്നില്ല? 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ് വേണ്ടത്. എന്തുകൊണ്ട് 3 വന്നില്ല? 1891 ആണ് വേണ്ടത്. പിന്നെ എന്തുകൊണ്ട് 4 വന്നില്ല? മോർ ഏപ്പ് ലൈക്ക് എന്നാ വേണ്ടത്, മാൻ ലൈക്ക് അല്ല. സോ 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 158 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേജ് നമ്പർ എവല്യൂഷനിലെ പേജ് നമ്പർ 140 പഴയ ബുക്കിലെ 140 ആ കാര്യം നോക്കാം. 2 ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. അതേപോലെ തന്നെ എല്ലാ പോയിന്റുകളും ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കാം നിങ്ങൾക്ക്. 1891 ആണ്, കണ്ടോ, 1891 ആണ്, 1981 അല്ല. ഇതൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങളിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 158 എടുക്കാം. ഇത് അതേപോലെ തെറ്റാൻ സാധ്യത വളരെ വളരെ കൂടുതലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതാണ് നമ്മൾ സുവോളജിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല കോൺസെൻട്രേഷൻ വേണമെന്ന് പറയുന്നത്. ഇത് പല ആൾക്കാരും നിങ്ങൾ തെറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഇനി മുതൽ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഗിവൺ ബിലോ ഈസ് ദ അമിനോ ആസിഡ് ഓഫ് ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. വാട്ട് വിൽ ബി ട്രൂ അബൌട്ട് ദ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ? ഇതിൽ ഏതാണ് ഈ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനെ അബൌട്ട് ട്രൂ എന്നാണ്. ഇതിന് ഈ ഒരു മോളിക്യൂളിനെ ബേസ് ചെയ്തിട്ട് ട്രൂ ഏതാണെന്നാണ് ചോദ്യം. നോക്കാം, തന്നിട്ടുണ്ട്. ഈ ചിത്രം കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക? ഈ ചിത്രം കാണുമ്പോഴത്തേക്ക് നമ്മളത് സിക്കിൾ സെൽ അനീമിയ ഓർമ്മിക്കും. ആ സിക്കിൾ സെൽ അനീമിയ ഓർമ്മിച്ചിട്ട് നമ്മൾ നോക്കും, ദ RBC carrying this molecule undergo sickling at high oxygen tension. അത് തെറ്റാണെന്നറിയാം. ദ RBC carrying molecule undergo sickling at low tension. ഈ ലോ ടെൻഷൻ കാണുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നും, ശരിയാണ്. പക്ഷേ there will be quantitative decrease in the synthesis of, അതും അല്ല. അപ്പം നമുക്ക് പിന്നെ തോന്നുക 2 ആണെന്നും 4 തീരെ തോന്നില്ല ശരിയാണെന്ന്. പക്ഷേ നിങ്ങൾ നോക്കണം, ഈ മോളിക്യൂളിൽ എന്താ ഉള്ളത്? 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് ഉള്ളത്. 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് വരുന്നത് എന്താ? HbA ആണ് അല്ലേ? HbA മോളിക്യൂളാണ്. HbA എന്ന് പറയുമ്പോൾ അത് നോർമൽ ഹീമോഗ്ലോബിൻ ആണ് അല്ലേടാ. അവിടെ നമ്മൾ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് വരാം, വാലിൻ വന്നാൽ ഓപ്ഷൻ 2 കറക്റ്റാ.
ഓക്സിജൻ ടെൻഷൻ വരുന്ന സമയം ഓക്സിജൻ കുറയുമ്പോൾ പോളിമറൈസേഷൻ സംഭവിക്കുന്നു, സിക്കിളിംഗ് സംഭവിക്കുന്നു, സിക്കിൾ സെൽ പോലെയാവുന്നു. അതൊക്കെ ശരിയാണ് അല്ലേ? സിക്കിൾ പോലെയാവുന്നു RBC. അതേ സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. ഗ്ലൂട്ടാമിക് ആസിഡ് വരുന്നത് എന്താ? HbA എന്ന നോർമൽ ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ ഉത്തരം 4 അല്ലേ വരേണ്ടത്? ദിസ് ഈസ് എ നോർമൽ ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. അപ്പോൾ നമ്മൾ ഇത് തെറ്റല്ലേ? നമുക്ക് പെട്ടെന്ന് തോന്നുന്ന 2 ആണെന്ന് തോന്നിയിട്ട് ഉത്തരം എഴുതാൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവാം. പക്ഷേ അതിൽ ഉത്തരം എന്താ? 4 വരണം. കാരണം ഇതൊരു നോർമൽ ഹീമോഗ്ലോബിൻ ആണ്. എന്നാൽ അതേ സ്ഥാനത്ത് ആ 6th പൊസിഷനിലെ വാലിൻ VAL ആണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ 2 വരും. അതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പേജ് നമ്പർ 1991 പഴയ ടെസ്റ്റിലുള്ള നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ ഈ സിക്കിൾ സെൽ അനീമിയയുടെ ചിത്രം കാണാം. ഇത് കണ്ടില്ലേ? ഇവിടെ നമ്മൾ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് നോർമൽ ഹീമോഗ്ലോബിൻ ആണ്. ഈ ഒരു വാലിൻ വരുമ്പോഴാണ് നമുക്ക് ആ ഓപ്ഷൻ 2 വരേണ്ടത്. ലോ ഓക്സിജൻ ടെൻഷനിൽ പോളിമറൈസേഷൻ സംഭവിക്കുന്നു, സിക്കിളിംഗ് ആവുന്നു എന്നുള്ളത്. അതായത് സിക്കിൾ പോലെ ആയി മാറുന്നു RBC എന്നുള്ളത്. അപ്പോൾ D is the right or 4 is the, for question number 158 4 is the right answer. Question number 159 എടുക്കാം. The volume of air expired forcefully after forceful inspiration. രണ്ടും ഫോഴ്സ്ഫുൾ ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ഉത്തരം വരണം? ഒന്ന് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ആണെങ്കിൽ IRV എന്ന് പറയാം, ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആണെങ്കിൽ ERV എന്ന് പറയാം. പക്ഷേ രണ്ടും ഫോഴ്സ്ഫുൾ ആവുമ്പോൾ നമ്മൾ അതിനെന്താ പറയുക? രണ്ടും ഫോഴ്സ്ഫുൾ ആവുന്ന കണ്ടീഷനെ നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്നാണ് പറയുക. രണ്ടും ഫോഴ്സ്ഫുൾ ആവുന്നതിനെ എന്ത് പറയും? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. വൈറ്റൽ കപ്പാസിറ്റി VC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV പ്ലസ് ERV ആണ്. അതായത് IRV എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷനായി, ERV എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. രണ്ടും കൂടെ വരുമ്പം TV മീൻസ് നോർമൽ. അപ്പോൾ VC വൈറ്റൽ കപ്പാസിറ്റി ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. സോ എന്ത് വരും? TV പ്ലസ് ERV പ്ലസ് IRV. രണ്ടും ഫോഴ്സ്ഫുൾ ആവുന്ന സമയത്ത് TV മീൻസ് നോർമൽ. അതിൻ്റെ പഞ്ച് വേർഡ് ഉണ്ട്, നോർമൽ. ഒരു TV എന്ന വാക്കിന് നമ്മൾ കേൾക്കുമ്പോൾ അതൊരു നോർമൽ റെസ്പിറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ IRVൻ്റെ പഞ്ച് വേർഡ് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ, ERVയുടെ പഞ്ച് വേർഡ് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. എല്ലാം കഴിഞ്ഞ് സംതിങ് ഈസ് ലെഫ്റ്റ് റിമൈൻ എന്ന് പറയുമ്പോൾ അത് റെസിഡ്യുവൽ വോളിയം RV ആവും. അങ്ങനെ ചില പഞ്ച് വേർഡുകളുണ്ട് ഈ റെസ്പിറേറ്ററി വോളിയത്തിൽ, അതിൽ വരും. അപ്പോൾ എന്താ? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ടും ഫോഴ്സ്ഫുൾ ആയിരിക്കണം. അതാണ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 159 2 is the right answer. ഇതാ നിങ്ങളെ പേജ് നമ്പർ ഫസ്റ്റ് ഇയറിലെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ പേജ് നമ്പർ 272 നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ, അല്ല ഈ പോയിന്റ്. വൈറ്റൽ കപ്പാസിറ്റി, മാക്സിമം വോളിയം, രണ്ടും ഫോഴ്സ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 159 2 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 160 നോക്കാം. മാർക്ക് ദ റോങ് മാച്ച്. എന്താ നോക്കൂ? ടർണേഴ്സ് സിൻഡ്രോം ക്രോമസോമൽ ഡിസോർഡർ ആണ്. ടർണേഴ്സ് സിൻഡ്രോം ക്രോമസോമൽ ഡിസോർഡർ ആണ്. കാരണം ടർണേഴ്സ് സിൻഡ്രത്തിൽ നിങ്ങൾ എന്താ പഠിച്ചത്? 44A ഓട്ടോസോം പ്ലസ് X0 ഇൻ ഫീമെയിൽ. ഒരെണ്ണം കുറവാണ്. ദിസ് ഈസ് മോണോസോമി ക്രോമസോമൽ. ആൽഫ തലാസീമിയ അനയോപ്ലോയിഡി ആണോ? അല്ല. ആൽഫ തലാസീമിയ ഒരു മെന്റേലിയൻ ഡിസോർഡർ, ജീനുമായി ബന്ധപ്പെട്ട രോഗമാണ്. ഇവിടെ ക്രോമസോമിൻ്റെ എണ്ണത്തിലല്ല വ്യത്യാസം വരുന്നത്, അല്ലേ? അതായത് നമ്മൾ ആൽഫ ചെയിനോ ബീറ്റ ചെയിനോ എണ്ണം കുറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അനയോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡിൽ നിന്ന് 1-2 ക്രോമസോമുകൾ കുറയുകയോ കൂടുകയോ ചെയ്യുന്നതിനെയാണ്. അപ്പം അനയോപ്ലോയിഡി വേരിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. കളർ ബ്ലൈൻഡ്നെസ് സെക്സ് ലിങ്ക്ഡ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് ഹീമോഫീലിയ എക്സ് ലിങ്ക്ഡ് ഓർ സെക്സ് ലിങ്ക്ഡ് ആണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് ഓട്ടോസോമൽ ആണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് ഓട്ടോസോമൽ റിസസീവ് ആണ്. ശരിയാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് റോങ് മാച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 2 is the right answer for question number 160. Question number 161 എടുക്കാം. Question number 161 നോക്കൂ. അസർഷൻ റീസൺ ആണ്. ഓർഗാനിസം ലാക്കിംഗ് എ പെയർ ഓഫ് ഹോമോളോഗസ് ക്രോമസോം
ഈസ് കോൾഡ് മോണോസോമിക്സ്. മോണോസോമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2n-1 ആണ്. അതായത് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ നിന്ന് ഒരു സെറ്റ് ക്രോമസോം അല്ല, ഒരു ക്രോമസോം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് 2n എന്ന് പറയുമ്പം അത് 23 പെയേഴ്സ് ക്രോമസോമാണ്. അപ്പം അത് ഡിപ്ലോയിഡ് ആണ്. അതിനകത്തുനിന്ന് ഒരു പെയർ പോകുന്നില്ല, ഒരേ ഒരു ക്രോമസോം. അപ്പം നമ്മൾ ഇത് 46 ആണെങ്കിൽ ഒന്ന് മൈനസ് ചെയ്യുമ്പം 45 ആവുന്ന ടെർണേഴ്സ് സിൻഡ്രോം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒരു പെയർ ഓഫ് ഹോമോളോഗസ് ക്രോമസോം അല്ല മോണോസോമി, ഒരു ക്രോമസോം മൈനസ് ചെയ്യുന്നതാണ്. അപ്പം അത് തെറ്റാണ്. ഡൗൺ സിൻഡ്രം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മോണോസോമി അല്ല. ഡൗൺ സിൻഡ്രത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം ഡിപ്ലോയിഡിനേക്കാൾ കൂടുതലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പുരുഷനാണെങ്കിൽ 44A+XY ഇതാണ് നോർമലായിട്ട് വരുന്നത് പുരുഷനിലും സ്ത്രീയിലും. പക്ഷേ ഡൗൺ സിൻഡ്രം വരുമ്പോൾ എന്ത് വരും? ഇതില്ലേ, ഈ ഡൗൺ സിൻഡ്രം വരുന്ന സമയത്ത് എന്താ വരിക? 45A+XY മെയിൽ, 45A+XS ഫീമെയിൽ. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 47 ആണ്. സോ ഇറ്റ് ഈസ് എ ടെട്രാസോമി. ഇതെന്താണ്? ട്രൈസോമി. ഈസ് എ ട്രൈസോമി. 2 കൂടുമ്പോഴാണ് ടെട്രാസോമി മാറിയതാണ്. എന്താ പറയുക? ഇറ്റ്സ് എ ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം. ട്രൈസോമിയാണിത്, അല്ലാതെ മോണോസോമി അല്ല. അപ്പം രണ്ടും തെറ്റാണ്. ബോത്ത് എ ആൻഡ് ആർ ഫോൾസ്. 4 ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ, ഇത് ട്രൈസോമിയാണ്. ഡൗൺ സിൻഡ്രോം ഇസ് ട്രൈസോമി. മോണോസോമിക്ക് ഉദാഹരണം നമ്മൾ പഠിക്കുന്നത് ടർണേഴ്സ് സിൻഡ്രോം ആണ്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 161, 4 ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടും തെറ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 162, ഹീമോഫീലിയ is more commonly seen in human male than in human female because എന്തുകൊണ്ടാണ് ഹീമോഫീലിയ കൂടുതലായിട്ട് മെയിലിൽ കാണുന്നത് ഫീമെയിലിൽ? കാരണം നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. എക്സ് ലിങ്ക്ഡ് അല്ലാതെ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ഗേൾസ് ഡൈ ഇൻ ചൈൽഡ്ഹുഡ് എന്ന കാരണം കൊണ്ടല്ല. അതുപോലെ വൈ ലിങ്ക്ഡ് അല്ല, എക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റും അല്ലാതെ എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ്. ഇവിടെ വൈ ലിങ്ക്ഡ് അല്ല, ഇത് ഡോമിനൻ്റ് അല്ല, റിസസീവ് ആണ്. നിങ്ങൾക്കറിയാം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം എക്സ് ലിങ്ക്ഡ് ആവുമ്പോൾ പുരുഷന് 2 കണ്ടീഷനേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ നോർമൽ അല്ലെങ്കിൽ അത് മ്യൂട്ടേറ്റഡ് ആവുമ്പോൾ ഡിസീസ്ഡ് ആവും. ഈ 2 കണ്ടീഷനേ മെയിലിനുള്ളൂ. എന്നാൽ എക്സ് ലിങ്ക്ഡ് ആവുമ്പോൾ, സെക്സ് ലിങ്ക്ഡ് ആവുമ്പോൾ സ്ത്രീക്ക് 3 കണ്ടീഷനുണ്ട്. അതായത് XX എന്ന് പറഞ്ഞ സ്ത്രീ നോർമലാണ്, എക്സിൽ ഒരെണ്ണത്തിൽ മ്യൂട്ടേറ്റഡ് ആവേണ്ട അവർ കാരിയറാണ്. ഈ സെക്സ് ലിങ്ക്ഡ് കാരിയർ മെയിൽ എന്നൊരു കണ്ടീഷനേ ഇല്ല. പിന്നെ 2 മ്യൂട്ടേറ്റഡ് ആവുമ്പോൾ മാത്രമേ അവർ ഡിസീസ്ഡ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൽ ആർക്കാണ് കൂടുതൽ ചാൻസ്? പുരുഷനാണ് ചാൻസ്. അതാണ് എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. ഒന്നുകിൽ പുരുഷൻ നോർമൽ അല്ലെങ്കിൽ ഡിസീസ്ഡ്, ഒരു ഇന്റർമീഡിയറ്റ് കണ്ടീഷൻ ഇല്ല. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 162, A is the right, 1 is the right answer. Okay. Question number 163 നോക്കാം. 163, the partial pressure of carbon dioxide is lowest in. കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ഏറ്റവും കുറവ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫെറിക് എയർ. കാരണം നിങ്ങൾ ആ ടേബിൾ നോക്കൂ. നിങ്ങളെ പേജ് നമ്പർ 272 ആ ടേബിൾ നിങ്ങൾ കാണാം. എവിടെയാണ് കാർബൺ ഡയോക്സൈഡ് ഏറ്റവും കുറവ്? അറ്റ്മോസ്ഫെറിക് എയറിൽ 0.3, ബാക്കി 40-45 എന്നുള്ളത്. വെറും 0.3 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും കുറവ് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രഷർ ഉള്ളത് അറ്റ്മോസ്ഫെറിക് എയറിലാണ്. സോ അറ്റ്മോസ്ഫെറിക് എയർ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 163, പേജ് നമ്പർ 272 നിങ്ങളെ പഴയ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 164 നോക്കാം. 164 നമുക്ക് നോക്കണ്ടേ? Which of the following statement is not true for human heart? Adrenal medullary hormone can increase cardiac output. ശരിയാണ്. അഡ്രിനൽ മെഡുലറി ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യുന്നു? കാർഡിയക് ഔട്ട്പുട്ടും ഹാർട്ട് റേറ്റും കൂട്ടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയുടെ സമയത്ത് നിങ്ങളെ ടെൻഷൻ അടിക്കും, നിങ്ങൾക്കറിയാം ആ ഒരു സംഭവം. ന്യൂറൽ സിഗ്നൽ ത്രൂ ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ക്യാൻ ഇനീഷ്യേറ്റ്. ഇത് കൺട്രോൾ ചെയ്യാം. ന്യൂറൽ സിഗ്നൽ ത്രൂ ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വഴി എന്ത് ചെയ്യാൻ പറ്റും? ഹാർട്ട് ബീറ്റ്
എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പക്ഷേ ഇനീഷ്യേറ്റ് ചെയ്യുക, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് മയോജനിക് ഹാർട്ടാണ്, ന്യൂറോജനിക് അല്ല. അപ്പം SA നോഡാണ് ഇതിനെന്ത് ചെയ്യുന്നത്? ഈ ഒരു 72 ടൈംസ് ബീറ്റിങ്ങിന് സഹായിക്കുന്നത്, സൈനോ ഏട്രിയൽ നോഡ്, അല്ലാതെ ന്യൂറൽ സിഗ്നൽ കൊണ്ടല്ല ഇനീഷ്യ. അപ്പോൾ പിന്നെ ഇൻക്രീസ് ഇൻ BMR ഡ്യൂ ടു തൈറോക്സിൻ ക്യാൻ ഇൻഡയറക്ട്ലി ഇൻക്രീസ് ഹാർട്ട് റേറ്റ്. ശരിയാണ്. സ്ട്രെങ്ത് ഓഫ് വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ കൂടുമ്പോൾ പമ്പിങ് കൂടും. ആൻഡ് കാർഡിയക് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ കാറ്റക്കോളമൈൻ. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിനാണ് കാറ്റക്കോളമൈൻ. അത് എന്ത് ചെയ്യുന്നു? ഈ കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളോട് ചോദിച്ചു നോട്ട് ട്രൂ എന്നാണ്, ട്രൂ അല്ലാത്തത്. സോ 2 is the right answer for question number 164. Question number 165 എടുക്കൂ. ബൈകസ്പിഡ് വാൽവ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കറിയാം ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ് കാണുന്നത്? റൈറ്റ് സൈഡിൽ, റൈറ്റ് ആട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയ്ക്ക് കാണുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ ബൈകസ്പിഡ് എവിടെയാണ് കാണുക? ലെഫ്റ്റ് ആട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും. ഈ ബൈകസ്പിഡിനെയാണ് നമ്മൾ മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. സോ ലെഫ്റ്റ് ആട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഫോർ ക്വസ്റ്റൻ നമ്പർ 165, 3 is the right answer. Question number 166 നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ത്രോംബിൻ? ത്രോംബിനെ ബേസ് ചെയ്യുള്ള കറക്റ്റ് എന്താണ്? ത്രോംബിൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് എ പ്രോട്ടീനോ പ്രൈമറി സ്ട്രക്ചർ. തെറ്റാണ്. കറക്റ്റാണ് ചോദിച്ചത്. കൺവേർട്ട് സോളുബിൾ ഫൈബ്രിനോജൻ ഓഫ് പ്ലാസ്മ ഇൻടു ഇൻസോളുബിൾ ഫൈബ്രിൻ. ഇതാണ് ത്രോംബിൻ്റെ ജോലി. നമ്മളൊരു പഠിച്ചിട്ടുണ്ട്, ഒരു വൂണ്ട് ഉണ്ടാവുമ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവും. പ്ലേറ്റ്ലേറ്റ് ഡാമേജ് ചെയ്യുമ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവും. ആ ത്രോംബോപ്ലാസ്റ്റിൻ കാൽസ്യത്തിൻ്റെ സഹായത്തോടെ കൂടിച്ചേർന്ന് ത്രോംബോകൈനേസ് ആയിട്ട് മാറും. ആ ത്രോംബോകൈനേസ് ആണ് എന്തുണ്ടാവുന്നത്? ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ത്രോംബോകൈനേസ് അല്ലെ, ത്രോംബോകൈനേസ് എന്ന എൻസൈം ഉണ്ടാവണമെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ വേണം. അത് ഉണ്ടാവണമെങ്കിൽ വൂണ്ടും ഉണ്ടാവണം, അതുപോലെ തന്നെ പ്ലേറ്റ്ലേറ്റും ഉണ്ടാവണം. ഈ ത്രോംബോകൈനേസ് എന്ത് ചെയ്യും? പ്രോത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. ത്രോംബോകൈനേസ് പ്രോത്രോംബിനെ ത്രോംബിനാക്കും. ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജൻ ഈസ് എ പ്ലാസ്മ പ്രോട്ടീൻ. അത് എന്താണ്? സോളുബിളാണ്. ആ സോളുബിളായ ഫൈബ്രിനോജനെ ഇൻസോളുബിളായ ഫൈബ്രിനാക്കി മാറ്റും. അത് ഇൻസോളുബിളാണ്. എങ്കിൽ മാത്രമേ ഈ ഫൈബ്രിൻ വന്നിട്ട് വൂണ്ടിൻ്റെ മുകളിൽ വല കെട്ടുള്ളൂ. ഓക്കെ, അപ്പോഴാണ് ക്ലോട്ടിങ് സംഭവിക്കുന്നത്. അപ്പോൾ കൺവേർട്ട് സോളുബിൾ ഫൈബ്രിനോജൻ ഇൻടു ഇൻസോളുബിൾ ഫൈബ്രിൻ എന്നാണ്. കൺവേർട്ട് ഇൻസോളുബിൾ ഫൈബ്രിൻ അല്ല, ഫൈബ്രിനോജനുമല്ല. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 166, B is the right answer. 2 is the right answer. Okay. Question number 167 എടുക്കാം. Which of the following physiological change is not associated with RAS? റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? അല്ലെങ്കിൽ ഇതുമായി അസോസിയേറ്റ് ചെയ്യാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഇൻക്രീസ് ഇൻ GFR റാസിൻ്റെ ജോലിയാണ്. ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ കൂടിയിട്ടാണ് GFR കൂടുന്നത്. കാരണം റാസിലെ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്ന റാസിലുള്ള ആ ഒരു എൻസൈം പൊട്ടൻ്റ് വാസോ കൺസ്ട്രിക്റ്റർ ആണെന്നും ബ്ലഡ് വെസലിനെ ചുരുക്കുമെന്നും ബ്ലഡ് പ്രഷർ കൂടുമെന്നും അതുവഴി GFR കൂടുമെന്നും അറിയാം. പിന്നെ ഇൻക്രീസ് ബ്ലഡ് ആൽഡോസ്റ്റിറോൺ ലെവൽ, അതും ശരിയാണ്. റാസിലുള്ള ഒരു A എന്ന് പറഞ്ഞാൽ ആൽഡോസ്റ്റിറോൺ ആണ്. ആൻജിയോടെൻസിൻ 2 അഡ്രിനൽ കോർട്ടക്സിൻ്റെ മേലെ ആക്ട് ചെയ്ത് അതിനകത്തുനിന്ന് ആൽഡോസ്റ്റിറോണ് റിലീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇൻക്രീസ് ട്യൂബുലാർ സെക്രീഷൻ അല്ല. ട്യൂബുലാർ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൽ റാസിന് കാര്യമായ ജോലിയില്ല. അതുകൊണ്ട് നോട്ട് അസോസിയേറ്റഡ് എന്ന് പറയുമ്പം 4 ആണ്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 167, 4. 168, ദ ടാർഗറ്റ് ഓഫ് ആൻജിയോടെൻസിൻ 2, അതായത് ആൻജിയോടെൻസിനോജനെ റെനിൻ എന്താക്കി മാറ്റുന്നു? അതായത് നമ്മൾ പഠിച്ചിട്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, ആൻജിയോടെൻസിനോജനെ എന്താക്കി മാറ്റുന്നു? ആൻജിയോടെൻസിൻ 1 ആക്കുന്നു. അത് പിന്നീട് എന്തായി മാറുന്നു? ആൻജിയോടെൻസിൻ 2 ആവുന്നു. ഇങ്ങനെയല്ലേ പഠിച്ചത്? ഇതിനെ സഹായിക്കുന്നത് ആരാണ്? റെനിനാണ്.
റിനാണ്. ഇതിനെ സഹായിക്കുന്നത് എയ്സ് ആണ്. അത് ആൻജിയോടെൻസിൻ കൺവെർട്ടിങ് എൻസൈം ആണ്. ആ എൻസൈം ആൻജിയോടെൻസിനോജന് ആൻജിയോടെൻസിൻ 1-നെ 2 ആക്കും. ഈ ആൻജിയോടെൻസിൻ 2 ഒരു പൊട്ടൻ്റ് വാസോ കൺസ്ട്രിക്റ്റർ ആണ് എന്ന് പറഞ്ഞാൽ അത് ബ്ലഡ് വെസലിന് മേലെ ആക്ട് ചെയ്യുന്നു എന്നാണ്. ആൻജിയോടെൻസിൻ 2 ഒരു പവർഫുൾ വാസോ കൺസ്ട്രിക്റ്റർ ആണ്, അത് ബ്ലഡ് വെസലിനെ ചുരുക്കുന്നു എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസലിന് മേലെ ആക്ട് ചെയ്യുന്നു എന്നാണ്. അത് ശരിയാണ്. ഇത് എന്തുകൂടെ ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം. ആൻജിയോടെൻസിനോജൻ ബ്ലഡ് വെസലിൻ്റെ മേലെയും എന്തിൻ്റെ മേലെയാണ് ആക്ട് ചെയ്യുക? പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും DCT എന്ന്, കാരണം നമ്മൾ പഠിച്ചൊരു പോയിന്റിൻ്റെ കണ്ടിന്യൂഷൻ DCT ആണ്. പക്ഷെ അങ്ങനെയല്ല. അതായത് ബ്ലഡ് വെസലിനെ അത് കോൺസ്ട്രിക്റ്റ് ചെയ്ത് ബ്ലഡ് പ്രഷർ കൂട്ടി GFR കൂട്ടാം. രണ്ടാമത്തത് അത് അഡ്രിനൽ കോർട്ടക്സിൻ്റെ മേലെ ആക്ട് ചെയ്ത് അതിനകത്തുനിന്ന് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും. ഈ ആൽഡോസ്റ്റിറോൺ ആണ് DCTന് മേലെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തുത്തരം? DCT എന്നുള്ള ഉത്തരമല്ല ഇവിടെ വരേണ്ടത്, അഡ്രിനൽ കോർട്ടക്സ് എന്ന 2 ആണ് വരേണ്ടത്. ആൻജിയോടെൻസിൻ 2 ആക്ട് ഓൺ അഡ്രിനൽ കോർട്ടക്സ് അല്ലേ? അത് അഡ്രിനൽ കോർട്ടക്സിൻ്റെ മേലെ ആക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എന്ത് റിലീസ് ചെയ്യുന്നു? ആൽഡോസ്റ്റിറോൺ. ഈ ആൽഡോസ്റ്റിറോൺ ആണ് DCTൻ്റെ മേലെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 168, 2 ഇസ് ദ റൈറ്റ് ആൻസർ, നോട്ട് 1. ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ സിമ്പിളാണെന്ന് തോന്നുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 169, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ മിസ്മാച്ച്ഡ്? ഇതിൽ എത്ര എണ്ണം മിസ്മാച്ച്ഡ് ആണ് എന്നാണ് ചോദ്യം. നോക്കൂ, 1 ഐ ജീൻ. ഐ ജീൻ ഈസ് ദ റെഗുലേറ്റർ ജീൻ. ഐ ജീൻ്റെ ശരിക്കുള്ള ഐ എന്താ? ഇൻഹിബിറ്റർ ജീൻ എന്നാണ് അർത്ഥം അല്ലേ, അല്ലാതെ ഇൻഡ്യൂസർ അല്ല. അപ്പോൾ ഇൻഹിബിറ്റർ ജീനാണ് ഐ ജീൻ. ആ ജീനാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നതും സ്വിച്ച് ഓഫ് ചെയ്യുന്നതും. അതുകൊണ്ട് അതിനെ റെഗുലേറ്റർ ജീൻ എന്ന് പറയുന്നു. ഇതിൻ്റെ മറ്റൊരു പേര് റിപ്രസർ ജീൻ എന്നാണ്, ബിക്കോസ് ഇറ്റ് കോഡ് എ പ്രോട്ടീൻ കോൾഡ് റിപ്രസർ. ഇതൊരു റിപ്രസർ mRNA ഉണ്ടാക്കും, അതിനകത്തുനിന്ന് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കും. അപ്പം അത് ശരിയാണ്. മിസ്മാച്ച്ഡ് ആണ് ചോദിച്ചത്. അടുത്തത് പ്രൊമോട്ടർ ബൈൻഡിങ് സൈറ്റ് ഫോർ റിപ്രസർ, തെറ്റാണ്. റിപ്രസർക്ക് ആകെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് ഓപ്പറേറ്റർ സൈറ്റിലാണ്, പ്രൊമോട്ടർ സൈറ്റിലല്ല. ഓക്കെ, നമ്മൾ ലാക്കോപ്രോൺ നിങ്ങൾക്ക് കാണാം അത്. അടുത്തത് ലാക്ടോസ് ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്രോൺ, ശരിയാണ്. അതായത് ലാക്കോപ്രോണിലെ ഇൻഡ്യൂസറാണ്, അതുണ്ടെങ്കിൽ മാത്രമേ സ്വിച്ച് ഓൺ ഓഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലാക്ടോസ് ഇസ് ദ ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്രോൺ. ആൻഡ് വൈ ജീൻ ഇൻക്രീസ് ലാക്ടോസ് പെർമിയബിലിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ZYA. ഇതേ ഓർഡറിലാണ് ഇതിൻ്റെ സിന്തസിസ് വരിക. ആദ്യം ഉണ്ടാവുന്നത് സെഡ് ജീൻ, അത് ബീറ്റ ഗലാക്ടോസിഡേസ് എന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്നു. വൈ ജീൻ പെർമിയേഴ്സ് ആൻഡ് എ ജീൻ ട്രാൻസ് അസിറ്റിലേസ്. അപ്പം ബീറ്റ ഗലാക്ടോസിഡേസ് ഈസ് ദ മേജർ എൻസൈം ഫോർ ദ കൺവേർഷൻ ഓഫ് ലാക്ടോസ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അതിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുന്നതാണ് എന്ത്? വൈജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർമിയേസ്. അപ്പോൾ വൈജീൻ ഇൻക്രീസ് ലാക്ടോസ് പെർമിയബിലിറ്റി, ശരിയല്ലേ? പെർമിയേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ കഴിഞ്ഞ GABയിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. ZYA ഇതിൽ ആർക്കാണോ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് അത് വരെയുള്ളതുണ്ടാവും. സെഡിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഒരു എൻസൈമും ഉണ്ടാവില്ല. വൈക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ സെഡ് ഉണ്ടാവും, വൈയും എയും ഉണ്ടാവില്ല. എക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ സെഡും ഉണ്ടാവും, വൈയും ഉണ്ടാവും, എ ഉണ്ടാവില്ല. അതും കൂടെ പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് മിസ്മാച്ച്ഡ് എന്ന് പറയുമ്പോൾ 2 ആണ്. അവിടെ ഓപ്പറേറ്റർ സൈറ്റ് എന്നാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 170 നോക്കൂ. സ്കെൽട്ടൽ മസിൽസ് അപ്പിയർ സ്ട്രയേറ്റഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 2 ക്യാരക്ടറിസ്റ്റിക് പ്രോട്ടീൻ ഇൻ ഓൾട്ടർനേറ്റിംഗ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ്. നിങ്ങൾക്കറിയാം ഐ ബാൻഡും എ ബാൻഡും അറിയാം. Which of the following is correct match of the protein with its light refractive property and color? നോക്കാം. അതായത് ആദ്യത്തെ പ്രോപ്പർട്ടി അത് ഏത് ബാൻഡാണ്, കളർ ഏതാണ് എന്നാണ് ചോദ്യം. മയോസിൻ ലൈറ്റ് കളർ അല്ല, ഡാർക്ക് ബാൻഡാണ്, അനൈസോട്രോപ്പിക് ആണ്, പക്ഷേ ലൈറ്റ് അല്ല, ഡാർക്ക് ബാൻഡാണ് മയോസിൻ. ആക്റ്റിൻ ഡാർക്ക് അല്ല, അനൈസോട്രോപ്പിക്കും അല്ല. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ബാൻഡ് ഈസ് ദ ലൈറ്റ് ബാൻഡ് മെയിൻലി മെയ്ഡ് അപ്പ്. നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഐ ബാൻഡ് എന്താണ്? ദിസ് ഈസ് ദ ലൈറ്റ് ബാൻഡ് അല്ലേ, ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ആക്റ്റിൻ, വെറും ആക്റ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അടുത്തത് എ ബാൻഡ്
എ ബാൻഡ് ഡാർക്ക് ബാൻഡാണ്. അത് ഓൺലി എന്നല്ല, മെയിൻലി മയോസിനാണ്. ഓക്കെ, അല്ലാതെ മെയിൻലി മയോസിൻ എന്നാ പറയാൻ എച്ച് സോൺ മാത്രമാണ് ഓൺലി മയോസിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എ ബാൻഡ് ഐസോട്രോപിക് ബാൻഡ് അല്ല, അനൈസോട്രോപിക് ബാൻഡാണ് എ ബാൻഡ്. അപ്പോൾ അത് ഡാർക്കാണ്. അവിടെ ഐ ബാൻഡ് എന്ന് പറയുന്നത് ലൈറ്റ് ബാൻഡാണ്. ഓക്കെ, അത് രണ്ടും തെറ്റാണ്. മയോസിൻ ഡാർക്കാണ്, പക്ഷെ ഐസോട്രോപിക് അല്ല. മയോസിൻ അനൈസോട്രോപിക് ആണ്, എ ബാൻഡാണ്. ആക്റ്റിൻ ലൈറ്റ് ബാൻഡുമാണ്, ഐസോട്രോപിക്കുമാണ്. സോ 4 is the right answer here. For question number 174. 174 is the right option. Question number 171. Name the ion responsible for unmasking the active site of myosin for cross-bridge activity during muscle contraction. മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ട്രോപ്പോണിനെ ആ മാസ്കിംഗ് എഫക്റ്റിൽ നിന്ന് സംരക്ഷിക്കുക മീൻസ് മാസ്കിംഗ് എഫക്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏത് അയോണുമായിട്ടുള്ള ഈ ട്രോപ്പോണിൻ്റെ അറ്റാച്ച്മെൻ്റ് ആണ്? യു നോ ദാറ്റ് ഈസ് കാൽഷ്യം. കാൽഷ്യം ഈസ് നീഡഡ് ഫോർ മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാൽസ്യം ട്രോപ്പോണിൻ സിയുമായി ബൈൻഡ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ട്രോപ്പോണിൻ്റെ ഷേപ്പ് മാറും. ആ ട്രോപ്പോണിൻ്റെ ഷേപ്പ് മാറുമ്പോൾ മാസ്കിംഗ് എഫക്റ്റ് പോവും. അപ്പോൾ ആക്റ്റിൻ മയോസിൻ ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവും. അതാണ് കാര്യം. കാൽഷ്യം ഈസ് എസെൻഷ്യൽ. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 171, 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 172 നോക്കാം. ഇത് എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്? ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻഫ്ലക്സ് ഓഫ് സോഡിയം. എപ്പോഴാണ് സോഡിയം ഇൻഫ്ലക്സ് വരിക? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് സോഡിയം അയോൺ ചാനൽ, വോൾട്ടഡ് ഗേറ്റ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് സോഡിയം വരുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഡീപോളറൈസേഷൻ, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ 1, 2, 3, 4 എന്നുള്ള ഓപ്ഷനിൽ 1 എന്ന് പറയുമ്പോൾ ഏതെടുക്കാം? ഡീപോളറൈസേഷൻ എടുക്കാം, 3. ഇനി അടുത്തത് എഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം. പൊട്ടാസ്യം അയോൺ ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ മോർ പൊട്ടാസ്യം ലീവ് ദ ന്യൂറോൺ അല്ലേ, അതായത് ആക്സോൺ അല്ലേ, ആക്സോപ്ലാസത്തിൽ നിന്ന് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു, പൊട്ടാസ്യം എഫ്ലക്സ്. അതിൻ്റെ ഫലമായിട്ട് റീപോളറൈസേഷൻ ഉണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപോളറൈസേഷൻ ഡ്യൂ ടു സോഡിയം ഇൻഫ്ലക്സ്, റീപോളറൈസേഷൻ ഡ്യൂ ടു പൊട്ടാസ്യം എഫ്ലക്സ്. പിന്നെ സോഡിയം പൊട്ടാസ്യം പമ്പ്, അതെന്തിനു സഹായിക്കുന്നു? ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, പാസീവ് അല്ല. അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. ഇതാണ് 3 സോഡിയത്തിനെ പുറത്തേക്ക്, 2 പൊട്ടാസ്യത്തെ ഉള്ളിലേക്ക് വരുന്നത്. ഇതെന്താണ്? എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് പൊളാരിറ്റി അല്ലേ? ഈ സോഡിയം 3 എണ്ണം പുറത്തു പോകുന്നു, 2 എണ്ണം ഉള്ളിൽ വരുമ്പോഴാണ് ഔട്ട്സൈഡ് ബിക്കം പോസിറ്റീവ്, ഇൻസൈഡ് ബിക്കം നെഗറ്റീവ്. അപ്പോൾ പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നു, 1 വരണം. പിന്നെ കാൽഷ്യം ബൈൻഡ് ടു ട്രോപ്പോണിൻ, എന്നിട്ട് ട്രോപ്പോണിൻ്റെ മാസ്കിംഗ് എഫക്റ്റ് നഷ്ടപ്പെടുത്തും അല്ലേ? അപ്പോൾ ഇതിൽ എന്താ ഉത്തരം? ക്വസ്റ്റ്യൻ നമ്പർ 172 3214. 4 is the right answer here. Question number 173. Match each item in column 1 with column 2. എന്നിട്ട് കറക്റ്റ് ആൻസർ പറയണം. നോക്കൂ, ഇത് ലോക്കോമോഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ നമുക്ക് 1, 2, 3, 4 എടുക്കാം. ഇതെങ്ങനെയാ വരിക? 1 അസിറ്റാബുലം. എന്താ അസിറ്റാബുലം എന്ന് പറയുന്നത്? ഒരു ഡിപ്രഷൻ, ഒരു ക്യാവിറ്റി, ഒരു കുഴിയാണ്. ആ സ്ഥലത്താണ് എന്ത് വരുന്നത്? അത് കാണുന്നത് പെൽവിക് ഗേർഡിലാണ്, പെക്ടറൽ അല്ല. പെൽവിക് ഗേർഡിൽ കാണുന്ന ഒരു കുഴിയാണ് അസിറ്റാബുലം. അവിടെയാണ് ഫിമറിൻ്റെ, അതായത് തുടയലിൻ്റെ, തൈബോണിൻ്റെ ആ ബോൾ കിടന്ന് തിരിഞ്ഞ് ഒരു ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്ന ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഉണ്ടാവുന്നത്. സോ അവിടെ നമ്മൾക്ക് എന്ത് കൊടുക്കാം? പെൽവിക് ഗേർഡിൽ എന്ന് കൊടുക്കാം. ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത് പെക്ടറൽ ഗേർഡിൽ കാണുന്ന ഒരു കുഴിയാണ്. ആ ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലാണ് നമ്മുടെ ഹ്യൂമറസിൻ്റെ ഹെഡ് കിടന്ന് തിരിയുന്നത്. അപ്പോൾ ഇതും ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്, ഷോൾഡർ ജോയിൻ്റ്. അപ്പോൾ നമുക്ക് എന്താ പറ്റും? പെക്ടറൽ ഗേർഡിൽ എന്ന 1 കൊടുക്കാം. പിന്നെ വെർട്ടിബ്രോസ്റ്റേർണൽ റിബ്സ്, ഈ റിബ്സിനെയാണ് ട്രൂ റിബ്സ് എന്ന് പറയാം. ഈ ഒരു വാക്ക് NCERT അത്ര സ്പെസിഫിക് ആയിട്ടല്ലെങ്കിൽ നമുക്കറിയാം അത്. വെർട്ടിബ്രോസ്റ്റേർണൽ എന്താ പറയാൻ കാരണം? ട്രൂ റിബ്സ് 1 to 7 പെയേഴ്സിന്, 1 മുതൽ 7 വരെയുള്ള പെയേഴ്സിനെ നമ്മൾ ട്രൂ റിബ്സ് എന്നാണ് പറയുക. കാരണം ഡോർസലി വെർട്ടിബ്രൽ കോളം, വെൻട്രലി സ്റ്റേർണം, അതാണ് വെർട്ടിബ്രോസ്റ്റേർണൽ എന്ന് പറയുന്നത്.
7 pairs. അപ്പോൾ അത് 3 വരണം. വെർട്ടിബ്രോകോൺഡ്രൽ ദീസ് ആർ false ribs. 8th 9th 10th പെയർ 3 പെയർ 8 9 10. അത് എന്ത് ചെയ്യുന്നു? ഡോർസലി വെർട്ടിബ്രൽ കോളം, വെൻട്രലി ഡയറക്റ്റ് ആയിട്ട് സ്റ്റേർണം അല്ല. സ്റ്റേർണത്തിനോട് അവസാനത്തെ റിബ് 7th ആണ്, അതിനോടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതും കാർട്ടിലേജ് ഉപയോഗിച്ചിട്ടാണ്, ഹൈലൈൻ കാർട്ടിലേജ്. അതാണ് വെർട്ടിബ്രോകോൺഡ്രൽ റിബ്സ് എന്ന് പറയുക. അത് 8th 9th 10th 3 പേരാണ്. സോ ഇവിടെ 4 വരും. 2 1 3 4 എന്ന ഓപ്ഷൻ വരണം നമുക്കിതിന്. ക്വസ്റ്റ്യൻ നമ്പർ 173 എന്ത് വരണം? 2 1 3 4. സോ 3 is the right answer for question number 173. ഓക്കെ, 174 നോക്കാം. മാച്ച് ദ സോഴ്സ് ഗ്ലാൻഡ് വിത്ത് ഇറ്റ്സ് റെസ്പെക്റ്റീവ് ഹോർമോൺ ആസ് വെൽ ആസ് ദ ഫങ്ഷൻ. ഓക്കെ, നോക്കണം ഏതാണ് ശരി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അതായത് ന്യൂറോ ഹൈപ്പോഫൈസിസ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, വാസോപ്രസിൻ, ശരിയല്ലേ? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്വന്തമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. അത് ഹൈപ്പോതലാമസിൻ്റെ 2 ഹോർമോണുകളായ ഓക്സിറ്റോസിൻ, വാസോപ്രസിനെ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഫങ്ഷൻ കൂടെ നോക്ക്. സ്റ്റിമുലേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾ. വാസോപ്രസിൻ ദാറ്റ് ഇസ് കോൾഡ് ADH, DCTന്റെ മേലെ വർക്ക് ചെയ്യുന്നു, പരമാവധി വെള്ളത്തിനെ റീഅബ്സോർബ് ചെയ്യുന്നു, അങ്ങനെ ഡൈയൂറസിസ് കുറയ്ക്കുന്നു. ശരിയാണ്, അത് ശരിയാണ്. അപ്പോൾ അത് ശരിയായി. ബാക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. കോർപ്പസ് ലൂട്ടിയം മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്ട്രോജൻ അല്ല. ഇത് ഈസ്ട്രോജൻ മെയിനായിട്ടല്ല, ഈസ്ട്രോജൻ ഉണ്ട്, പക്ഷെ മെയിനായിട്ട് ഈസ്ട്രോജൻ അല്ല, പ്രോജസ്ട്രോൺ ആണ്. പക്ഷേ ഇപ്പുറത്ത് പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അത് പ്രോജസ്ട്രോൺ. അപ്പോൾ ഇവിടെ ഈസ്ട്രോജൻ അല്ല, പ്രോജസ്ട്രോൺ ആണ് വേണ്ടത്. കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് പ്രോജസ്ട്രോൺ, ലെസ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ. ഇവിടെ പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് ഈസ്ട്രോജൻ അല്ല. തൈറോയിഡ് ഹോർമോൺ തൈറോക്സിൻ, ശരിയാണ്. റെഗുലേറ്റ് ബ്ലഡ് കാൽസ്യം ലെവലാണോ? തൈറോക്സിൻ അല്ല ബ്ലഡ് കാൽസ്യം ലെവൽ കൺട്രോൾ ചെയ്യുന്നത്, അത് കാൽസിറ്റോണിനാണ്. അപ്പം തൈറോയിഡിൻ്റെ തന്നെ മറ്റൊരു ഹോർമോണാണ് തൈറോ കാൽസിറ്റോണിൻ, TCT. അതാണ് കാൽസ്യം ലെവൽ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാൽസ്യം ലെവലിൽ വ്യത്യാസം വരുത്തുന്നത്. കാൽസ്യം ലെവൽ കുറയ്ക്കുകയാണ്, ഹൈപ്പോകാൽസീമിക് ആണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണോ ഓക്സിറ്റോസിൻ? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല ഓക്സിറ്റോസിൻ, കാരണം അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അത്, അല്ലേ? ഓക്സിറ്റോസിൻ്റെ ജോലിയാണ് കോൺട്രാക്റ്റിംഗ് ഓഫ് യൂട്രൈൻ മസിൽ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്, അത് ശരിയാ. പക്ഷേ ഈ ഓക്സിറ്റോസിൻ ഇതും ശരിയാണ്, ഓക്സിറ്റോസിൻ ഇത് രണ്ടും ശരിയാ. പക്ഷേ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല, അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തെറ്റാ. അപ്പോൾ എല്ലാം ശരിയുള്ളത് 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 174, 1 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 175 എടുക്കാം. വാട്ട് ഈസ് കറക്റ്റ് ടു സേ അബൌട്ട് ഹോർമോൺ ആക്ഷൻ ഇൻ ഹ്യൂമൻ? ഹോർമോൺ ആക്ഷനുമായി ബന്ധപ്പെട്ട കറക്റ്റ് കാര്യം. ഗ്ലൂക്കഗോൺ ഈസ് സെക്രീറ്റഡ് ബൈ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് ആണോ? നോക്കേണ്ട ആവശ്യമില്ല, അത് ഇൻസുലിനാണ്. ഗ്ലൂക്കഗോൺ ഈസ് സെക്രീറ്റഡ് ബൈ ആൽഫ സെല്ലാണ്, ഇൻസുലിൻ ഈസ് സെക്രീറ്റഡ് ബൈ ബീറ്റാ സെൽസ്. അപ്പം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സെക്രീഷൻ ഓഫ് തൈമോസിൻ ഈസ് സ്റ്റിമുലേറ്റഡ് വിത്ത് ഏജ്, തെറ്റല്ലേ? തൈമോസിൻ ഏജ് കൂടുന്നതനുസരിച്ച് കാരണം നമുക്കറിയാം ഏജ് കൂടുന്നതനുസരിച്ച് അട്രോഫൈസ് ചെയ്യുന്ന, ചുരുങ്ങിപ്പോകുന്ന ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. ഈസ് വെരി ആക്റ്റീവ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ, തെറ്റാണ്. പിന്നെ ഇൻ ഫീമെയിൽ FSH ബൈൻഡ് വിത്ത് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ആൻഡ് ഒവേറിയൻ സെൽ മെംബ്രെയിൻ, ശരിയല്ലേ? FSH ഓവറിയിൽ വർക്ക് ചെയ്തിട്ട് ഒവേറിയൻ ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളത് ശരിയാണ്, അത് ശരിയാണ്. FSH സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഫ്രം കോർപ്പസ് ലൂട്ടിയം, തെറ്റാണ്. അതായത് FSH ആക്ട് ചെയ്യുന്നത് പ്രൈമറി ഫോളിക്കിൾ ഇൻറ്റു സെക്കൻഡറി ഇൻറ്റു ടെർഷറി ഇൻറ്റു ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിള് ഡെവലപ്പ് ചെയ്ത് അതിനകത്തുനിന്ന് ഈസ്ട്രോജൻ്റെ സെക്രീഷൻ കൂട്ടാനാണ് FSH പോസ്റ്റ് ഓവുലേറ്ററി പീരീഡിൽ വർക്ക് ചെയ്യുന്നത്. പ്രീ ഓവുലേറ്ററി പീരീഡിൽ വർക്ക് ചെയ്യുന്നത്. പോസ്റ്റ് ഓവുലേറ്ററി പീരീഡിൽ എത്തുമ്പോൾ അത് കോർപ്പസ് ലൂട്ടിയം ആവും. അപ്പോൾ പ്രീ ഓവുലേറ്ററി പീരീഡ്, അതായത് ഓവുലേഷൻ നടക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? അതായത് നമ്മുടെ പ്രൊലിഫറേറ്റീവ് ഫേസ്, അഥവാ എന്ത് ഫേസ് പറയും നമ്മളതിനെ? ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്ന
പ്രീ ഓവുലേറ്ററി ഫേസിലാണ് FSH വർക്ക് ചെയ്തിട്ട് കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ട് ഗ്രാഫിയൻ ഫോളിക്കിളായി അതിനകത്തുനിന്ന് ഈസ്ട്രോജനെ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 175 3 is the right answer. 176 നോക്കാം. സെലക്ട് ദ ആൻസർ വിച്ച് കറക്റ്റ്ലി മാച്ച് ദ എൻഡോക്രൈൻ ഗ്ലാൻഡ് വിത്ത് ദ ഹോർമോൺ ആൻഡ് ഫങ്ഷൻ. എല്ലാം കൂടെ കറക്റ്റ് ആവണം. നോക്കാം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ഓക്സിറ്റോസിൻ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല. ഇത് നമുക്ക് ശരിയാണ്, ഈ ഭാഗത്ത് തെറ്റിടണ്ട. അതായത് സ്റ്റിമുലേറ്റ് ദ യൂട്രസ് കൺട്രാക്ഷൻ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ശരിയാണ്, ഓക്സിറ്റോസിൻ. പക്ഷെ അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല, പോസ്റ്റീരിയർ ആണ്. അടുത്തത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്രോത്ത് ഹോർമോൺ തെറ്റാണ്. ഓവർ സെക്രീഷൻ സിമിലർ അബ്നോർമൽ ഗ്രോത്ത് ഇതൊക്കെ ശരിയാണ്, ഗ്രോത്ത്. പക്ഷേ അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല. ആരാണ്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയാണ് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പോസ്റ്റീരിയർ എന്നാണ് വേണ്ടത്, ഇവിടെ നമുക്ക് ആൻറ്റീരിയർ എന്നാണ് വേണ്ടത്. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ അത് ശരിയാണ്. ലാക്ക് ഓഫ് അയോഡിൻ റിസൾട്ട്സ് ഇൻ ഗോയിറ്റർ ശരിയല്ലേ? തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഭക്ഷണത്തിൽ അയോഡിൻ കുറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് അമിതമായി വീർക്കുന്നു അല്ലേ? ഗോയിറ്റർ എന്ന സിമ്പിൾ ഗോയിറ്റർ എന്ന രോഗമുണ്ടാവുന്നു, സത്യമാണ്. ഇനി നമുക്ക് അടുത്തും കൂടെ നോക്കണം. എന്താ വരുന്നത്? കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ടെസ്റ്റോസ്റ്റിറോൺ ആണോ? സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജനസിസ് പറയണ്ട, ടെസ്റ്റോസ്റ്റിറോൺ അല്ല. കോർപ്പസ് ലൂട്ടിയം വിൽ പ്രൊഡ്യൂസ്, കോർപ്പസ് ലൂട്ടിയം ഈസ് എ പാർട്ട് ഓഫ് ഫീമെയിൽ. കോർപ്പസ് ലൂട്ടിയം വിൽ പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ ആൻഡ് ലെസ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ. ടെസ്റ്റോസ്റ്റിറോൺ അല്ല. അപ്പോൾ അത് തെറ്റാണ്. നമ്മളോട് ചോദിച്ചാൽ എല്ലാം ശരിയായത് 3 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 176 3 is the right answer. 177 നോക്കൂ. ഇത് നമ്മൾ ന്യൂറൽ കൺട്രോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. മൾട്ടി പോളാർ ന്യൂറോൺ നമുക്ക് ABCD എന്നിടാം, എന്നിട്ട് മാച്ച് ചെയ്ത് നോക്കാം. മൾട്ടി പോളാർ ന്യൂറോൺ എവിടെയാണ് കാണുന്നത്? അതാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായത്. അത് എവിടെയാണ് കാണുന്നത്? സെറിബ്രൽ കോർട്ടെക്സ് 2 എന്ന് പറയാം. ബൈപോളാർ ന്യൂറോൺ സെൽ ബോഡി വിത്ത് 1 axon 1 dendron ഈസ് ഫൗണ്ട് ഇൻ റെറ്റിന ഓഫ് ദ ഐ നമുക്കറിയാം. മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് എവിടെയൊക്കെ ഉണ്ടാവുക? മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ക്രാനിയൽ നെർവ്സിലും സ്പൈനൽ നെർവ്സിലുമാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് 4 പറയാം. അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ഷ്വാൻസെൽ ഉണ്ടെങ്കിലും മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യാത്ത നെർവ് ഫൈബേഴ്സ് എവിടെ കാണുന്നു? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം SNS ആൻഡ് ANS. അപ്പോൾ നമുക്ക് 1 കൊടുക്കാം. എന്താ പറയുക? 177 2 3 4 1 2 3 4 1 4 is the right answer. Question number 178. Select the incorrect statement regarding synapse. ഇതും ഒരു ന്യൂറൽ കൺട്രോളിൻ്റെ ചോദ്യമാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. നോക്കാം. ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് കെമിക്കൽ സിനാപ്സ് ഈസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ അക്രോസ്. ഇത് ആദ്യം തന്നെ തെറ്റാ. ഇലക്ട്രിക്കൽ സിനാപ്സിൻ്റെ പ്രത്യേകത എന്താ? സിനാപ്റ്റിക് ക്ലഫ്റ്റ് വളരെ ചെറുതാണ്, അപ്പോൾ ചാടി അങ്ങ് പോവാം, ഫാസ്റ്റാണ്. മറ്റേതിനകത്ത് ഗ്യാപ്പ് വലുതാണ് കെമിക്കൽസ്, അപ്പോൾ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിലൂടെ പോവാനേ പറ്റുള്ളൂ, സ്ലോ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് ഫാസ്റ്റർ ദാൻ കെമിക്കൽ എന്നാണ് വേണ്ടത്. അത് തെറ്റാ. മെംബ്രെയിൻ ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ ക്ലോസ് പ്രോക്സിമിറ്റി ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ് അല്ലേ? അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പ് വളരെ കുറവാണ്. അതേ സമയത്ത് കെമിക്കൽ സിനാപ്സ് ആണെങ്കിൽ എന്താ വരിക? കെമിക്കൽ സിനാപ്സ് ആണെങ്കിൽ ഇങ്ങനെ വരും, ഗ്യാപ്പ് ഈസ് വെരി ഹൈ. കണ്ടോ? ഇതാണ്. അപ്പോൾ അത് ശരിയാണ്. ഇലക്ട്രിക്കൽ കറന്റ് ക്യാൻ ഫ്ലോ ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ടു ദ അതർ അക്രോസ് ഇലക്ട്രിക്കൽ സിനാപ്സ്. ഗ്യാപ്പ് കുറവായതുകൊണ്ട് ഇതിങ്ങനെ വന്ന് ജമ്പ് ചെയ്തങ്ങ് പോയിക്കോളും. അടുത്തത് കെമിക്കൽ സിനാപ്സ് യൂസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. നിർബന്ധമാണ്. ഇതിലൂടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും ശരിയാണ്. നമ്മളോട് ഇൻകറക്റ്റ് ചോദിച്ചിരിക്കുന്നു. സോ 1 is the right answer here. Question number 178. Question number 179. Again a question from neural control. Brain stem of human brain consists of. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മിഡിലോ ഒബ്ലോങ്കറ്റ മേക്ക് ദ ബ്രെയിൻ സ്റ്റെം ആണ്. മിഡ് ബ്രെയിനും പോൺസ് ആൻഡ് മിഡിലോ ഒബ്ലോങ്കറ്റ ബിലോങ് ടു ദ ഹൈൻഡ് ബ്രെയിൻ. അതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 179. 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 180 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ? ABO ബ്ലഡ് ഗ്രൂപ്പ്
is a question from body fluids and circulation. It regulated by ഈ ക്വസ്റ്റ്യൻ അതല്ല, ബോഡി ഫ്ലൂയിഡ്സ് അല്ല. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? ദിസ് ക്വസ്റ്റ്യൻ ഫ്രം പ്രിൻസിപ്പിൾസ് ആൻഡ് അതിലുള്ള വരുന്നതാണ്, ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ മൾട്ടിപ്പിൾ അലീൽസ്. മൾട്ടിപ്പിൾ അലീൽസ് ആണ്, നിങ്ങൾക്കറിയാം. ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഐ ജീനിന് എന്തുണ്ട്? 3 അലീൽസ് ഉണ്ട്. IA ഉണ്ട്, IB ഉണ്ട്, സ്മോൾ ലെറ്റർ I ഉണ്ട്. അപ്പോൾ 2ൽ കൂടുതൽ വരുന്നു. സോ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ അലീൽ. ശരിയാണ്. It showed total 6 type of genotype but only 4 phenotype. അല്ലേ? 6 type of genotype നിങ്ങൾക്കറിയാം. IA ഉണ്ട്, IA ഉണ്ട്, പിന്നെ IB ഉണ്ട്, പിന്നെ IB ഉണ്ട്, IB സ്മോൾ ലെറ്റർ I ഉണ്ട്, സ്മോൾ ഉണ്ട്. ഇത് രണ്ടും എന്ന് പറയുമ്പോൾ A ഗ്രൂപ്പ്, ഇത് AB ഗ്രൂപ്പ്, ഇത് രണ്ടും എന്ന് പറയുമ്പോൾ B ഗ്രൂപ്പ്, ഇത് O ഗ്രൂപ്പ്. അപ്പോൾ 6 ജീനോടൈപ്പും 4 ഫീനോടൈപ്പ്. കണ്ടില്ലേ? 6 ഇത് ജീനോടൈപ്പ്, ഇത് ഫീനോടൈപ്പ്. അപ്പോൾ 6 ജീനോടൈപ്പും 4 ഫീനോടൈപ്പുമാണ്. അത് ശരിയാണ്. AB ബ്ലഡ് ഗ്രൂപ്പ്, AB ബ്ലഡ് ടൈപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണോ? അതായത് IAയും IBയും കൂടെ വരുമ്പോൾ AB ഗ്രൂപ്പ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ഡോമിനൻസും അല്ല, ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അല്ല. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോ ഡോമിനൻസ്. രണ്ടും കൂടെ ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് തെറ്റാണ്. പേഴ്സൺസ് വിത്ത് O ബ്ലഡ് ഗ്രൂപ്പ്, ഇത് നമ്മളെ എന്തുമായി ബന്ധപ്പെട്ടതാ? ഈ ഇത്രയും കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് പേഴ്സൺ വിത്ത് O ബ്ലഡ് ടൈപ്പ് ആർ കൺസിഡർ ആസ് യൂണിവേഴ്സൽ അക്സെപ്റ്റേഴ്സ്. യൂണിവേഴ്സൽ അക്സെപ്റ്റർ അല്ല, O ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണർ എന്നാണ് പറയുക. യൂണിവേഴ്സൽ ഡോണർ ആണ് O ഗ്രൂപ്പ്. അത് തെറ്റാണ്. എ പേഴ്സൺ കനോട്ട് ഹാവ് O ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് ഇഫ് ഹിസ് മദർ ഹാസ് A ടൈപ്പ് ആൻഡ് ഫാദർ B. അഗൈൻ പ്രിൻസിപ്പിൾസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കാം. പേഴ്സൺ കനോട്ട് ഹാവ് O ബ്ലഡ് ഗ്രൂപ്പ്. ഒരു കുഞ്ഞ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. A ഗ്രൂപ്പുള്ളതും B ഗ്രൂപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അതായത് അച്ഛൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ, A ഗ്രൂപ്പ്, അമ്മ ഇങ്ങനെയാണ് B ഗ്രൂപ്പ് എങ്കിൽ എന്താ ഉണ്ടാവുക? ഇതും കൂടെ വരുമ്പോൾ IAIB AB ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവും. ഇതും കൂടെ വരുമ്പോൾ IAI A ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവും. ഇതും കൂടെ വരുമ്പോൾ IBI B ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവും. ഇതുകൂടെ വരുമ്പോൾ II O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവും. അപ്പോൾ അതും തെറ്റാണ്. അച്ഛനും അമ്മയും A ഗ്രൂപ്പും B ഗ്രൂപ്പും ആണെങ്കിലും അവർ ഹെട്രോസൈഗസ് ആണെങ്കിൽ O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവാം. O ഗ്രൂപ്പുള്ള കുട്ടി ഉണ്ടാവാതിരിക്കണമെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ AB ഗ്രൂപ്പ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും തെറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രൂ ആണ്. ഏതൊക്കെ അതിൽ ശരി? 1ഉം 2ഉം മാത്രമാണ് ശരി. A and B is the right answer. For question number 180, 3 is the right answer. Question number 181. Given below are 2 statements, each with more blanks. Select the option. നോക്കാം. Microbes consume major part of the organic matter in the effluent and reduce എന്താ ഇവിടെ വരേണ്ടത്? reduce BOD എന്നാണ്. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കുറയ്ക്കുന്നു എന്നാണ് വരേണ്ടത്. പിന്നെ certain bacteria which grown anaerobically on cellulose material produce large amount of methane along with the carbon dioxide, hydrogen ഒക്കെ അല്ലേ? ഇത് ബയോഗ്യാസ് ആണ്. അപ്പോൾ ദ ബാക്ടീരിയ ആർ കോമൺലി കോൾഡ് മെത്തനോജൻ. ആ ബാക്ടീരിയ നമ്മൾ മെത്തനോജൻ എന്നാണ് പറയുക. സച്ച് എ കോമൺ എക്സാമ്പിൾ ഈസ് മെത്തനോബാക്ടീരിയം. മൊത്തത്തിൽ നമ്മൾ മെത്തനോജൻ എന്ന് പറയും. അതിൻ്റെ ഉദാഹരണമാണ് മെത്തനോബാക്ടീരിയം. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കും? ആദ്യം അപ്പോൾ ഇവിടെ A എന്നുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ഡിമാൻഡോ കാർബണോ അല്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? A എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് അല്ലേ. പിന്നെ B എന്ന് പറഞ്ഞാൽ എന്താ? മെത്തനോജനും മെത്തനോബാക്ടീരിയ ആണ്. ഇതിൽ ലാക്റ്റിക് ആസിഡ് ആണ്. സോ 3 is the right answer. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂട്ടുന്നു, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD കുറയ്ക്കുന്നു എന്നാണ്, പൊല്യൂഷൻ കുറയ്ക്കുന്നു എന്നാണ്. പിന്നെ ഈ മെത്തനോജൻ എന്ന് പറയുന്നത് കോമൺ നെയിമാണ്. അതിലൊരു ഉദാഹരണമാണ് മെത്തനോബാക്ടീരിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ B is the right answer here for question number 181. 3 is the right answer. Question number 182 നോക്കാം. ഡിഫ്യൂഷൻ മെമ്പറിൻ കൺസിസ്റ്റ് ഓഫ്. എത്രയോ പ്രാവശ്യം നിങ്ങൾ കേട്ടൊരു ക്വസ്റ്റൻ ആണ്.
ഡിഫ്യൂഷൻ മെംബ്രെയിനകത്ത് എന്തൊക്കെയുണ്ട്? സ്കോമസ് എപ്പിത്തീലിയം ഓഫ് ദ ആൽവിയോൾ ഉണ്ട്, എൻഡോത്തീലിയം ഓഫ് ദ ആൽവിയോളാർ കാപ്പിലറി ഉണ്ട്, ബേസ്മെന്റ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദം ഉണ്ട്. അത് മൂന്നും കൂടെ കൂടിയതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 182 4 is the right answer. ഇതാ നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ സ്കോമസ് എപ്പിത്തീലിയം ഓഫ് ദ ആൽവിയോളാർ മെംബ്രെയിൻ, പിന്നെ ഉള്ളത് എൻഡോത്തീലിയം ഓഫ് ദ ബ്ലഡ് കാപ്പിലറി ആൻഡ് ബേസ്മെന്റ് സബ്സ്റ്റൻസ്. ഇത് മൂന്നുമാണ്. ഈ മൂന്നും കൂടെ വരുന്നത് കണ്ടില്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ 183. Given below are two statements A, B, each with one or more blanks. Select the option which correctly fill the blanks in the statements. Bioactive molecule dash is used as immunosuppressive agent. Immunosuppressive agent ഏതാ? Cyclosporin A അല്ലേ? Cyclosporin A is an immunosuppressive agent which is produced by the fungus. എന്താണ് ഇതിന്റെ പേര്? ട്രൈക്കോഡെർമ പോളിസ്പോറം. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ഈ തരുന്നത്, ട്രൈക്കോഡെർമ പോളിസ്പോറം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി ട്രീറ്റ്മെന്റ് ഓഫ് സീവേജ് ഇൻവോൾവ് ഫിസിക്കൽ റിമൂവൽ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് പാർട്ടിക്കിൾ ത്രൂ. എന്തൊക്കെ വഴിയാത് നിങ്ങൾക്കറിയാം. അതായത് പ്രൈമറി ട്രീറ്റ്മെന്റ് ഈസ് പ്യൂർലി ഫിസിക്കൽ. ദർ ആർ ടു പ്രോസസ്സസ്, ഫിൽട്രേഷൻ അല്ലേ ആൻഡ് സെഡിമെന്റേഷൻ. ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. അപ്പോൾ എന്ത് ഓപ്ഷൻ വരണം? 183 നോക്കൂ, ആൻറ്റിബയോട്ടിക് അല്ല, സൈക്ലോസ്പോറിൻ ആണ്, ആൻറ്റിബയോട്ടിക് അല്ല. 203 ആണ് ഉത്തരം. അടുത്തത് ട്രൈക്കോഡെർമ പോളിസ്പോറമാണ്. അതും ഇതിൽ ട്രൈക്കോഡെർമ രണ്ടിലും മൂന്നിലും ഇത്ര ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കണം, ഫിൽട്രേഷൻ സെഡിമെന്റേഷൻ. സെൻട്രിഫ്യൂഗേഷൻ അല്ല, ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ. സോ 2 is the right answer. അവിടെ എഴുതി വെച്ച് നോക്കിയാൽ സൈക്ലോസ്പോറിൻ എ വരണം, ട്രൈക്കോഡെർമ പോളിസ്പോറം വരണം, ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ വരണം. സോ 2 is the right answer for question number 183. Question number 184 is a question coming from human health and disease. എന്താ നോക്കാം. സ്റ്റഡി ദ ഡയഗ്രാം ഗിവൺ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. എ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് വൈറൽ DNA ഫ്രം RNA ശരിയാണ്. ആ വൈറൽ RNA വരുന്നു, അത് വൈറൽ DNA ആയിട്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉപയോഗിച്ച് വൈറൽ DNA ആവുന്നുള്ളത് ശരിയാണ്. പിന്നെ ബി എന്ന് കാണിച്ചിരിക്കുന്ന എന്താ? ഇൻറ്റഗ്രേഷൻ ഓഫ് വൈറൽ DNA ടു ഹോസ്റ്റ് DNA. അത് നമുക്കറിയാം, വൈറൽ DNA ഈസ് ഇൻകോർപ്പറേറ്റഡ് ടു ഹ്യൂമൻ DNA നമ്മൾ പറയുന്നുണ്ട് അല്ലേ? വൈറൽ DNA എന്ത് ചെയ്യുന്നു? ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ആരുമായിട്ട്? ഈ ഹ്യൂമൻ ജിനോമുമായിട്ട് അല്ലെ ഹ്യൂമൻ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണ്, അതും ശരിയാണ്. പിന്നെ ബി എന്ന് പറഞ്ഞാൽ ന്യൂ വൈറൽ DNA പ്രൊഡ്യൂസ് എന്നുള്ളത് ശരിയാണോ നോക്കൂ. ന്യൂ വൈറൽ DNA ഉണ്ടാവുന്നുണ്ടോ? അതല്ല ബി, അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഡി പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി വൈറസ്, യെസ് ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റുള്ളത് 3ആണ്. അതായത് ബി എന്ന് പറഞ്ഞാൽ ന്യൂ വൈറൽ DNA ഉണ്ടാവുമല്ല. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത് നോക്കൂ, എ എന്ന് പറഞ്ഞിടത്ത് വൈറൽ DNA ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം RNA എന്നുള്ളതാണ്. ഇതാണ് എ എന്ന് കൊടുത്തിരിക്കുന്നവർ. പിന്നെ ബി എന്ന് പറഞ്ഞാൽ വൈറൽ DNA ഇൻകോർപ്പറേറ്റ് ഇൻടു ഹോസ്റ്റ് ജീനോമാണ്, അല്ലാതെ വൈറൽ RNA ഉണ്ടാവുന്നോ DNA ഒന്നും അല്ല. RNA ആണ് ഉണ്ടാവുന്നത്, DNA അല്ല. അപ്പോൾ അത് തന്നെ തെറ്റാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് വിത്ത് ഹോസ്റ്റ് ജീനോം, മനുഷ്യൻ അതാണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് ന്യൂ വൈറൽ DNA ഈസ് പ്രൊഡ്യൂസ്ഡ്. വൈറൽ DNA അല്ല ഉണ്ടാവുന്നത്, RNA ആണ്. ഓക്കെ, നോക്കൂ ചിത്രത്തിൽ, ന്യൂ വൈറൽ RNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് സെൽ എന്നാണ് ഇവിടെ RNA എന്ന്. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിലും ആ ബി അതല്ല, തെറ്റാണ്. സോ 3 is the right answer for question number 184. Question number 185 നോക്കാം. പ്രൈമറി ലിംഫാറ്റിക് ഓർഗാൻ സെർവ്സ് ആസ് എ സൈറ്റ് ഫോർ നിങ്ങൾക്കറിയാം, ലിംഫോയിഡ് ഓർഗാൻ 2 ഉണ്ട്, പ്രൈമറിയും ഉണ്ട് സെക്കൻഡറിയും ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗാൻ ഏതൊക്കെയാണ്? ബോൺ മാരോ ആൻഡ് തൈമസ് ആണ്. അവരുടെ ജോലി എന്താ? അവിടെ ലിംഫോസൈറ്റ് ഫോർമേഷൻ ആൻഡ് മാച്ചുറേഷൻ ആണ്. അപ്പോൾ ബി ബോൺ മാരോയിൽ ബി ലിംഫോസൈറ്റ്സ് ഉണ്ടാവുകയും മാച്ചുർ ചെയ്യുകയും ചെയ്യും. അതേ സമയത്ത് തൈമസിൽ എന്താ ഉണ്ടാവുന്നത്? ടി ലിംഫോസൈറ്റ്സ് മാച്ചുർ ചെയ്യും. ഉണ്ടാവുന്നത് ബോൺ മാരോ. സോ ബി ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ഇൻ ബോൺ മാരോ, മാച്ചുർഡ് ഇൻ ബോൺ മാരോ. ടി ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ് ഇൻ ബോൺ മാരോ, matured in thymus. So lymphocytes formation and maturation ആണ് ഉത്തരം വരിക for question number 185.
ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പാർട്ട് 1 എന്ന ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. നമുക്ക് പാർട്ട് 2-ലെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 186 നോക്കൂ. ദ പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ബിഹേവിയർ, എക്സ്പ്രഷൻ ഓഫ് എക്സൈറ്റ്മെന്റ്, പ്രഷർ, റേജ്, ഫിയർ എക്സെട്ര. ഇതൊക്കെ എന്താ? ഈ പ്ലഷർ, റേജ്, ഫിയർ എന്നൊക്കെ പറയുന്നത് ഇമോഷൻസ് ആണ്, വികാരങ്ങളാണ്. ആ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ലിംബിക് സിസ്റ്റം ആണ്. ലിംബിക് സിസ്റ്റം അലോങ് വിത്ത് ഹൈപ്പോതലാമസ് അല്ലേ. അതായത് നമ്മൾ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ അമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ് മുതലായ ഭാഗങ്ങളും ഹൈപ്പോതലാമസുമാണ് നമ്മുടെ ഈ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങൾ. പിന്നെ സെക്ഷൽ ഫീലിംഗ്, മോട്ടിവേഷൻ ഒക്കെ കൺട്രോൾ. അപ്പോൾ ഇതിനകത്ത് ലിംബിക് സിസ്റ്റം ആൻഡ് ഹൈപ്പോതലാമസ് എന്നുള്ള ഉത്തരമാണ് ഇവിടെ വരേണ്ടത്. അല്ലാതെ കോർപ്പസ് കലോസത്തിൻ്റെ ജോലി നിങ്ങൾക്കറിയാം. അത് 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അതുപോലെ തലാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേജർ കോർഡിനേറ്റിംഗ്, അതായത് നമ്മുടെ സിഗ്നലിങ്ങിനെ സഹായിക്കുന്നു. എന്തൊക്കെ? സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിനെ സഹായിക്കുന്ന റിലേ സെൻറ്ററാണ് അല്ലേ ഏത്? തലാമസ്. കോർപ്പറ ക്വാഡ്രിജെമിന എന്ന് പറയുന്ന ഒപ്റ്റിക് ഫംഗ്ഷനാണ്. പിന്നെ ഹിപ്പോ ക്യാമ്പസ് നിങ്ങൾക്കറിയാം. ഹിപ്പോ ക്യാമ്പസും അമിഗ്ഡാലയും കൂടെ കൂടിച്ചേർന്നിട്ടാണ്, അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ലിംബിക് സിസ്റ്റം പറയുന്നത്. അപ്പോൾ ബ്രെയിൻ സ്റ്റം ആൻഡ് എപ്പിതലാമസ് എന്ന മേജർ പാർട്ട് പൈനിയൽ ഗ്ലാൻഡ് ആണ്. അപ്പോൾ അതൊന്നുമല്ല. സോ 2 is the right answer for question number 186. 187, match the following cell with their phyla. ആനിമൽ കിങ്ഡത്തിൽ ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. നമുക്ക് നോക്കണ്ടേ? 1, 2 നമ്മുടെ ആനിമൽ കിങ്ഡം അല്ലടാ, നമുക്കത് നോക്കണ്ടേ. അതായത് ഫ്ലെയിം സെൽ ആരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്? ഫ്ലെയിം സെൽ ഈസ് റിലേറ്റഡ് ടു പ്ലാറ്റിഹെൽമിന്തസ് അല്ലേ, 2 വരും. കൊയനോസൈറ്റ്സ്, കോളർ സെൽ ആരുടെ പ്രത്യേകതയാ? പോരിഫറ, 4 വരും. നിഡോസൈറ്റ് അല്ലേ, നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ് അത് ആരുടെയാ? സീലിൻട്രേറ്റ. അങ്ങനെയാണല്ലോ നിഡേറി എന്ന പേര് തന്നെ കിട്ടിയത്. കോംബ് പ്ലേറ്റ്സ് ആരുടെ പ്രത്യേകതയാ? ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് ടീനോഫോറ. അപ്പോൾ 3 വരും. 2, 4, 1, 3 വരണം. ക്വസ്റ്റ്യൻ നമ്പർ 187 2, 4, 1, 3 വരണം. 2, 4, 1, 3. 3 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 188 നോക്കൂ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് ആണ് കേട്ടോ ചോദിച്ചത്. പെരി പ്ലാനറ്റ് ഹാസ് കോമ്പൗണ്ട് ആയി. ശരിയല്ലേ? പെരി പ്ലാനറ്റ് അമേരിക്കാന. കോക്രോച്ചിന് സിമ്പിൾ ഐ അല്ല, കോമ്പൗണ്ട് ഐ ആണ്. ഒമെറ്റീഡിയ 2000 ഒമെറ്റീഡിയ. മൊസൈക്ക് വിഷൻ പഠിച്ചതാണ്. എർത്ത് വേം ഷോ സെഗ്മെന്റേഷൻ. എർത്ത് വേം ബിലോങ് ടു അനലിഡ. അനലിഡയ്ക്ക് പേര് കിട്ടിയത് തന്നെ എന്തർത്ഥത്തിലാ? മെറ്റാമിയേഴ്സ് എന്ന അർത്ഥത്തിൽ, അതായത് റിങ്ഡ് ബോഡി എന്ന അർത്ഥത്തിലാണ്. ഓക്കെ. ദെൻ അസ്കാരിസ് ഷോ സെക്ഷൽ ഡൈമോർഫിസം. ശരിയാണ്. അസ്കാരിസ് ലംബ്രിക്കോയിഡിന് എന്തുണ്ട്? മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റും. എക്സ്റ്റേണൽ കാരക്ടർ. മെയിൽ ഈസ് സ്മോളർ, തിന്നർ ദാൻ ഫീമെയിൽ. പഠിച്ചതല്ലേ സെക്ഷൽ ഡൈമോർഫിസം. ലിവർ ഫ്ലൂസ് ആ കംപ്ലീറ്റ് അലിമെന്ററി കനാൽ. തെറ്റല്ലേ? ലിവർ ഫ്ലൂക്ക്, ഫാഷ്യോള ഹെപ്പാറ്റിക്ക ബിലോങ് ടു പ്ലാറ്റിഹെൽമിന്തസ്. അതിന് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല. അപ്പം അത് തെറ്റാണ്. ഇൻകറക്റ്റ് 1 is 4. For question number 188, 4 is the right answer. Question number 189 നോക്കൂ. എ ടിപ്പിക്കൽ ഫാറ്റ് മോളിക്യൂൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നമുക്കറിയുന്ന കാര്യമാണ്. ഒരു ടിപ്പിക്കൽ ഫാറ്റ് മോളിക്യൂൾ എന്താ ഉള്ളത്? ഒരു ടിപ്പിക്കൽ ഫാറ്റ് മോളിക്യൂൾ 1 ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡുമാണ്. 1 ഗ്ലിസറോൾ, നമ്മളിങ്ങനെ പറയാം, 1 ഗ്ലിസറോൾ പ്ലസ് 1 ഫാറ്റി ആസിഡ് എന്ത് പറയും നമ്മൾ? അത് നമ്മൾ മോണോഗ്ലിസറൈഡ് എന്നാണ് പറയുക. 1 ഗ്ലിസറോളും 1 ഫാറ്റി ആസിഡും ആകുമ്പോൾ മോണോഗ്ലിസറൈഡ് എന്ന് പറയും. 1 ഗ്ലിസറോളും 2 ഫാറ്റി ആസിഡും ആകുമ്പോൾ നമ്മൾ ഡൈഗ്ലിസറൈഡ് എന്ന് പറയും. ഓക്കെ. 1 ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡും നമ്മൾ എന്ത് പറയും? 3 ഫാറ്റി ആസിഡും ആകുമ്പോൾ നമ്മൾ അതിനെ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയും. ഇതാണ് ശരിക്കും പറയുന്ന ഒരു ഫാറ്റ് മോളിക്യൂൾ. അപ്പോൾ ശരിക്കുള്ള നമ്മളെ ടിപ്പിക്കൽ ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രൈഗ്ലിസറൈഡ് ആണ്. അങ്ങനെ വരണമെങ്കിൽ 1 ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡും വേണം. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 189, 1 ഗ്ലിസറോൾ ആൻഡ് 3 ഫാറ്റി ആസിഡ് മോളിക്യൂൾ, 1 is the right answer.
Question number 190. Which of the following statement is incorrect? ശ്രദ്ധിക്കണേ, ഇന്നിപ്പുറത്തുണ്ട് കേട്ടോ. ഇൻകറക്റ്റ് ആണ്. ഇന്നിപ്പുറത്തും കറക്റ്റ് ഇപ്പുറത്തുമാണ്. ശ്രദ്ധിക്കാതെ കറക്റ്റ് എന്ന് പറയരുത്. സെല്ലുലോസ് ഈസ് എ പോളിസാക്രൈഡ്. സെല്ലുലോസ് ഒരു പോളിസാക്രൈഡ് ആണ് അല്ലേ? ശരിയാണ്. യുറാസിൽ ഈസ് എ പിരമിഡിൻ. സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ പിരമിഡിൻസ് ആണ്. അഡനും ഗ്വാനിനും പ്യൂരിൻസ് ആണ്. ഗ്ലിസറിൻ ഈസ് എ ഗ്ലൈസിൻ ഈസ് എ സൾഫർ കണ്ടെയ്ൻ അമിനോ ആസിഡ്. തെറ്റാണ്. സൾഫർ ഇല്ല. നമ്മൾ ഗ്ലൈസിൻ ഈസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡ്, ഒരു കാർബൺ, അവിടെ ഒരു NH2, പിന്നെ ഒരു COH, ഒരു H, ഒരു R. ഇതാണ് ഒരു ടിപ്പിക്കൽ അമിനോ ആസിഡ്. ഇതിൽ ഈ CNH2 ഇതിലൊരു മാറ്റവും ഇല്ല. ഈ ആറിൻ്റെ സ്ഥാനത്ത് എന്ത് വരിക? H വരുന്ന സിംപ്ലസ്റ്റ് അമിനോ ആസിഡാണ് ഗ്ലൈസിൻ. ഇവിടെ നിങ്ങൾ സൾഫർ കാണുന്നില്ല, സോ അത് തെറ്റാണ്. പിന്നെ അടുത്തതോ, സൂക്രോസ് ഈസ് എ ഡൈസാക്രൈഡ്. സൂക്രോസ് എന്ന് പറയുമ്പോൾ C12H22O11 അല്ലേ? അതൊരു ഡൈസാക്രൈഡ് ആണ്. അത് ശരിയാണ്. സൂക്രോസ് C6H12O6 മോണോസാക്രൈഡ് ആണ്. C12H22O11. സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് ഒക്കെ ഡൈസാക്രൈഡ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. 3 is the right answer. Question number 191 നോക്കൂ. Which of the following describe the graph correctly? കറക്റ്റായിട്ട് ഈ ഗ്രാഫ് എന്ത് കാണിക്കുന്നു? ഇത് നിങ്ങളുടെ ബയോമോളിക്കുള്ള ഒരു ചോദ്യമല്ലേ? ബയോമോളിക്കുലർ വളരെ സിമ്പിളായിട്ടുള്ള എൻസൈം ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റൂ ഇതിനകത്ത്? അതായത് ഇത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? എൻഡോതെർമിക് അല്ല. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. എക്സോതെർമിക് ആണ്. കാരണം എന്താണെന്നറിയോ? സബ്സ്ട്രാക്റ്റിൻ്റെ എനർജിയേക്കാൾ കുറവ് എനർജിയാണ് പ്രൊഡക്റ്റിനുള്ളത്. അപ്പോൾ സബ്സ്ട്രാക്റ്റിന് കൂടുതലും പ്രോഡക്റ്റിന് കുറവുമാണെങ്കിൽ അത് എക്സോതെർമിക് ആണ്. എൻഡോതെർമിക്കുള്ള വാക്ക് ഒഴിവാക്കാം. ഇനി അതിൽ എയും ബി ആണ് ചോദിച്ചത്. വളരെ സിമ്പിളാണത്. എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പഠിച്ചത്? ഇതിന് ഒരുപാട് ആക്ടിവേഷൻ എനർജി ഉണ്ട്. കാരണം അത് വിത്തൗട്ട് എൻസൈം ആണ്. ഇതെന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്ടിവേഷൻ എനർജിയേ ഉള്ളൂ. അപ്പോൾ അത് വിത്ത് എൻസൈം. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം പറയാം? എക്സോതെർമിക് റിയാക്ഷൻ ആണെന്നുള്ളത് ഇവിടെ വന്നു. എ ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം, ബി ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻസൈം. 2 വരും അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 191 2 അല്ലേ വരേണ്ടത്? കാരണം എ എന്നുള്ളത് എൻസൈം ചേർക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറയുന്നു എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 192. Which of the following is the least likely to be involved in stabilizing 3-dimensional folding of most protein? മോസ്റ്റ് പ്രോട്ടീനിൻ്റെ 3-dimensional സ്ട്രക്ചർ, 3D ടെർഷറി സ്ട്രക്ചർ ഉണ്ടാവാൻ ഏറ്റവും ലീസ്റ്റ് ലൈക്ലി ഇൻവോൾവ് ചെയ്യുന്നത് എസ്റ്റർ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ടും ഡൈസൾഫൈഡ് ബോണ്ടും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്റ്റർ ബോണ്ടുകളാണ് ഏറ്റവും കുറവ് ഇൻവോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 193. Which of the following statement is correct with reference to enzyme? എൻസൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു എന്താ വരിക? ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം അല്ലേ? അതായത് ഈ ഓപ്ഷൻ കൊടുക്കാം. ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു അപ്പോ എൻസൈം. കോ എൻസൈം എന്നല്ല, കോ ഫാക്ടർ എന്നാണ് നിങ്ങൾ പഠിച്ചത്. ആ കോ ഫാക്ടർ 3 എണ്ണം ഉണ്ട്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, കോ എൻസൈം ഉണ്ട്, മെറ്റൽ അയോൺ ഉണ്ട്. എന്തായാലും കോ ഫാക്ടറിൽ ഒന്നല്ലേ കോ എൻസൈം. ഇപ്പോൾ ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോൺജുഗേറ്റഡ് എൻസൈം. അതിലെ പ്രോട്ടീൻ പാർട്ടിനെയാണ് എന്ത് പറയുക? പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയുക. നോൺ പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ കോ എൻസൈം ഓർ എന്ത് പറയുക? കോ ഫാക്ടർ എന്ന് പറയുന്നത്. സോ 1 is the right answer for question number 193. ക്വസ്റ്റ്യൻ നമ്പർ 194 ഹ്യൂമൻ ഹെൽത്തിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ട്രക്ചർ എന്തിൻ്റെ സ്ട്രക്ചറാണെന്ന ചോദ്യം. ഇത് നിങ്ങളെ NCERT ടെസ്റ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ദിസ് സ്ട്രക്ചർ ഈസ് എ കനാബിനോയിഡ്. ഇത് കനാബിനോയിഡിൻ്റെ സ്ട്രക്ചറാണ്. ഈസ് എ സ്ട്രക്ചർ ഓഫ് കനാബി. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 194 3 is the right answer. കനാബിനോയിഡ്. ലുക്ക് ഹിയർ. ഇത് NCERTയിലെ ഫിഗറാണ്. ഫിഗർ 8.7 8.9 കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യത്തത് എന്താണ്? മോർഫീനും അതായത് ഓപ്പിയോയിഡും, രണ്ടാമത്തത് കനാബിനോയിഡുമാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ കനാബിനോയിഡ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 194 3 is the right answer. 195 പ്രോട്ടോ ഓങ്കോജീൻസ് ആർ സീൻ ഇൻ. പ്രോട്ടോ ഓങ്കോജീൻസ് എവിടെയാണ് കാണുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓങ്കോജീൻസ്. ദീസ് ആർ ദ ജീൻസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ മ്യൂട്ടേഷൻ അല്ലേ? നമ്മൾ പറയുന്ന ഓങ്കോജനിക് കൺവെർഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജീനുകളാണ്. അത് കാണുന്നത് നോർമൽ ഫങ്ഷൻ ഉള്ള ജീനുകളാണ്.
നോർമൽ സെല്ലിലാണ് കാണുന്നത്. പക്ഷേ അതിന് മാറ്റം വരുമ്പോഴാണ് ഓങ്കോജനിക് കൺവേർഷൻ വരുന്നത്. അപ്പം പ്രോട്ടോ ഓങ്കോജീൻസ് ഓർ സൈറ്റോ ഓങ്കോജീൻസ് സിയോങ്സ് എന്ന് പറയുന്നത് നോർമൽ സെല്ലിൽ കാണുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 195 നോർമൽ സെൽ. അതാ നിങ്ങളെ ടെസ്റ്റിൽ പേജ് നമ്പർ 157 ഹ്യൂമൻ ഹെൽത്തിൽ കാണാം. സെവറൽ ജീൻസ് കോൾഡ് സെല്ലുലാർ ഓങ്കോജീൻസ് ഓർ ദ പ്രോട്ടോ ഓങ്കോജീൻസ് ഹാവ് ഐഡന്റിഫൈഡ് ഇൻ നോർമൽ സെൽ which when activated under certain condition could be changes into oncogenic or cancerous transformation. For normal cell. Question number 196. The ideal reproductive health question. The ideal contraceptive for female who want to delay pregnancy or space children is IUD. കൃത്യമായി നിങ്ങൾക്ക് അറിയുന്നതാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഏറ്റവും എഫക്റ്റീവായ ഒരു കോൺട്രാസെപ്റ്റീവാണ് IUD, intrauterine device. Question number 196, 3 is the right answer. Question number 197, the relation between species richness and area for a wide variety of taxa on logarithmic scale. ഇത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെ സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് ആണ്. അതിൽ പറയുന്നത് സാധാരണയാകുമ്പോൾ അതൊരു ഹൈപ്പർബോളയാണ്, പക്ഷെ ലോഗരിതമിക് ഫോമിൽ വരുമ്പം അതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെ സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പാണ് ഈ കാണുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 197 സ്ട്രെയിറ്റ് ലൈൻ. കാരണം ഇത് ചോദിച്ചിരിക്കുന്നത് ലോഗരിതമിക് സ്കെയിലിലാണ്, അപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്. അല്ലെങ്കിൽ അത് ഹൈപ്പർബോള, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 198, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു എക്സിറ്റീവ് കൺസർവേഷൻ? എക്സിറ്റീവ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടതിൽ ഏതാ? വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകളല്ലേ. കാരണം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് വരില്ല. അതെന്തിൽ വരണം? അത് ഇൻസിറ്റ്യൂ ആണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് അത് വരൂല. ഹിമാലയൻ റീജിയൻ അത് ഹോട്ട്സ്പോട്ടാണ്. അപ്പം അതുകൊണ്ട് എന്താണ് എക്സിറ്റ്യൂ കൺസർവേഷൻ? വൈൽഡ് ലൈഫ് നിങ്ങൾ പഠിച്ചു. സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സഫാരി പാർക്ക്, അത് എക്സിറ്റ്യൂ ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 198, 1 ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് വെസക്ടമി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വെസക്ടമി ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹിബിറ്റ്സ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ ആണോ? അല്ല. പ്രിവെൻറ്റ് സ്പേം ഫ്രം എൻറ്ററിങ് ദ സെമൻ. അത് ശരിയല്ലടാ. കാരണം വെസക്ടമി ചെയ്തൊരു പുരുഷന് വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യില്ല, സ്പേം എവിടെ എത്തൂല? ഈ ഒരു സെമിനൽ ഫ്ലൂയിഡിൽ എത്തില്ല. സെമൻ എന്ന ഒരു കാര്യത്തിലേക്ക് എത്തില്ല. സെമൻ ആവില്ല. അത് സെമിനൽ ഫ്ലൂയിഡാണ് പുറത്തു പോകുന്നത്. ഇൻഹിബിറ്റ് സ്പേം പ്രൊഡക്ഷൻ തെറ്റാണ്. മെയിൽ പൊട്ടൻസി അത് ബാധിക്കൊന്നുമില്ല. സോ വെസക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് സ്പേം ഫ്രം എൻറ്ററിങ് ദ, അതായത് ഗമറ്റ് ട്രാൻസ്പോർട്ട് തടയുന്നു എന്ന് പറയാം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, 200 ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ബർത്ത് കൺട്രോൾ പിൽസ് കണ്ടെയ്ൻ സിന്തറ്റിക് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ബർത്ത് കൺട്രോൾ പിൽസിനകത്ത് സിന്തറ്റിക് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ട്. ഹൗ മച്ച് ദീസ് ഹോർമോൺസ് പ്രിവെൻറ്റ് പ്രഗ്നൻസി? നിങ്ങൾ ഹോർമോണൽ IUDയുടെയും ഹോർമോണൽ ടാബ്ലറ്റിൻ്റെയും ഇഞ്ചക്ഷൻ്റെയും ഒക്കെ ആക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദേ കോസ് കോർപ്പസ് ലൂട്ടം ഡീജനറേറ്റ് ആണോ? ദേ ഇൻഹിബിറ്റ് പിറ്റ്യൂട്ടറി ഫ്രം സെക്രീഷൻ ഓഫ് FSH and LH. സോ ഓവുലേഷൻ ഡസ് നോട്ട് ഒക്കർ. ഓവുലേഷൻ നടക്കുന്നില്ല. പ്രിവെൻറ്റ് ഓവുലേഷൻ. പ്രിവെൻറ്റ് നിങ്ങൾ നമ്മുടെ ഹോർമോൺ ടാബ്ലറ്റ് പഠിച്ചിട്ടുണ്ട്, പിൽസ്. അതിനകത്ത് ഹോർമോൺ പിൽസിനകത്ത് പ്രിവെൻറ്റ് ഓവുലേഷൻ, പ്രിവെൻറ്റ് ഇൻപ്ലാന്റേഷൻ, മേക്ക് ദ ചേഞ്ചസ് ഇൻ ദ സർവിക്കൽ മ്യൂക്കസ് എന്ന് പഠിച്ചില്ലേ? ക്വാളിറ്റി, ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് ദ സർവിക്കൽ മ്യൂക്കസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാ. ദേ ലൈനിങ് ഓഫ് യൂട്ടസ് ടു സ്ലോട്ട് ഓഫ് തെറ്റാണ്. ദേ ട്രിഗർ ദ പ്രിമാച്ചുർ ഓവുലേഷൻ തെറ്റാണ്. അപ്പോൾ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 202 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ മക്കളെ നമ്മളിപ്പോൾ 200 ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അത്ര എളുപ്പമുള്ളതാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമുള്ളതല്ല എന്നറിയാം. എന്നാലും പരമാവധി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള എന്ത് തെറ്റ് വന്നാലും ടെൻഷൻ അടിക്കല്ല വേണ്ടത്. വരുന്ന പരീക്ഷയ്ക്ക് ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.